നമസ്കാരം. അടുത്ത വർഷം ഭരണഘടനയുടെ 84-ാം ഭേദഗതി കാലഹരണപ്പെടുകയാണ്. ജനസംഖ്യയുടെ അടിസ്ഥാനത്തിൽ പാർലമെന്റ് മണ്ഡലങ്ങൾ പുനർനിർണ്ണയിക്കാൻ വഴിയൊരുങ്ങുകയാണ്. കേൾക്കുമ്പോൾ സാങ്കേതികമായൊരു പ്രക്രിയ, ഇതിങ്ങനെയൊക്കെ തന്നെയല്ലേ എന്ന സാധാരണത്വം ഒക്കെ സ്വാഭാവികമാണ്. അതങ്ങനെയല്ല. ഇത്ര കാലവും അങ്ങനെ ആയിരുന്നുമില്ല. പോയ പതിറ്റാണ്ടുകളിൽ മണ്ഡല പുനർനിർണ്ണയം നടക്കാതെ പോയത്, അതും ഭരണഘടനാ ഭേദഗതിയിലൂടെ നിർത്തിവെച്ചത് എന്തുകൊണ്ടായിരിക്കും? ആ തീരുമാനത്തിന്റെ ലക്ഷ്യങ്ങൾ നമ്മൾ നിറവേറ്റി കഴിഞ്ഞിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് കേരളവും തമിഴ്നാടും കർണാടകയും തെലങ്കാനയും അടക്കം സംസ്ഥാനങ്ങൾ ആശങ്കപ്പെടുന്നത്? എന്താണ് അതിന്റെ രാഷ്ട്രീയ ഫലം? മഹാഭാരതം മാറ്റിവരയ്ക്കുമ്പോൾ നമ്മളോടൊപ്പം അതിഥികൾ, CPM-ൽ നിന്ന് ശ്രീ ജോൺ ബ്രിട്ടാസ് MP, കോൺഗ്രസിൽ നിന്ന് അഡ്വക്കേറ്റ് അനിൽ ബോസ്, BJP-യിൽ നിന്ന് ശ്രീ TP ജയചന്ദ്രൻ മാസ്റ്റർ എന്നിവർ അതിഥികളായി നമ്മളോടൊപ്പം ചേരുന്നു. ശ്രീ ജോൺ ബ്രിട്ടാസ്, ശരിയാണ്, ഇന്നൊരു സുപ്രധാന യോഗമടക്കം നടക്കുന്നു. ഇതിന്റെ ആശങ്ക, ഇതിന്റെ ഭരണഘടനാപരമായ പ്രത്യേകത, ഇങ്ങനെ പലതുമുണ്ട്. ഇപ്പോൾ അമിത്ഷാ അടക്കം രാജ്നാഥ് സിംഗ് അടക്കം എല്ലാവരും പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, അല്ലെങ്കിൽ കേന്ദ്ര സർക്കാർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത്, ഒരു വോട്ട് ഒരു പൗരൻ ഒരു മൂല്യം എന്നൊരു കാര്യമാണ്. കേരളമടക്കമുള്ള സംസ്ഥാനങ്ങൾക്ക് ഒരു പാർലമെന്റ് സീറ്റ് പോലും കുറയില്ല എന്ന് പറയുമ്പോഴും ബാക്കിയാകുന്ന ആശങ്ക എന്താണ്? എന്തുകൊണ്ടാണ് ഇതിലൊരു രാഷ്ട്രീയ ലക്ഷ്യമുണ്ട് എന്ന് തോന്നുന്നത്? ആശങ്ക ഉണ്ടെന്ന് മാത്രമല്ല, ആശങ്ക പെരുകിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കഴിഞ്ഞ ദിവസം, ഇന്നലെ രാജ്യസഭയിൽ ആഭ്യന്തര വകുപ്പിൻ്റെ ചർച്ചയിൽ ഞാൻ ചോദിച്ചൊരു ചോദ്യമുണ്ട്. അതായത് നിങ്ങൾ ഈ ഡീലിമിറ്റേഷൻ സംബന്ധിച്ച്, മണ്ഡല പുനർനിർണ്ണയം സംബന്ധിച്ച് ദക്ഷിണേന്ത്യക്ക് ഇപ്പോഴുള്ള വിഹിതം നിലനിർത്തുമോ ഇല്ലയോ? അതായത് 543 സീറ്റിൽ 129 സീറ്റാണ് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾക്കുള്ളത്. അതിനർത്ഥം 24%. ഇത് നിങ്ങൾ വർദ്ധിപ്പിക്കുകയാണെങ്കിൽ തന്നെ ഈ 24% എന്നുള്ളത് നിലനിർത്തുമോ എന്നൊരു ചോദ്യം ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അമിത്ഷാ 2 മണിക്കൂറാണ് ഇന്നലെ മറുപടി പറഞ്ഞത്. ആ 2 മണിക്കൂർ മറുപടിയിൽ അദ്ദേഹം കാശ്മീരിൽ പോയി, വടക്ക് കിഴക്കൻ മേഖലയിൽ പോയി, തീവ്രവാദികളുടെ അടുത്ത് പോയി, നക്സലേറ്റുകളുടെ അടുത്ത് പോയി, തമിഴ്നാടിൻ്റെ ഹിന്ദി ഭാഷയോടുള്ള വിരോധത്തെക്കുറിച്ച് അദ്ദേഹം സംസാരിച്ചു. ഏറ്റവും നിർണായകമായ ഒരു ചോദ്യത്തോട് അദ്ദേഹം പ്രതികരിച്ചില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, വലിയ ആശങ്കയുണ്ട്. ഇപ്പോൾ ഇത് സംബന്ധിച്ചുള്ള ചില കണക്കൂട്ടലുകൾ ഞാൻ നടത്തിയിട്ടുണ്ട്. നടത്തിയ പല ആൾക്കാരുടെ അടുത്തു നിന്നും ഞാൻ ശേഖരിച്ചപ്പോൾ ഞാൻ മനസ്സിലാകുന്നത്, അതായത് മണ്ഡല പുനർനിർണ്ണയത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ഒരു മാറ്റം വരുത്തുകയാണെങ്കിൽ അതിൻ്റെ ആദ്യത്തെ കാഷ്വാലിറ്റി ദക്ഷിണേന്ത്യ ആയിരിക്കും. ഉദാഹരണം പറഞ്ഞാൽ, ഒരു വ്യക്തി ഒരു വോട്ട് തുല്യ മൂല്യമെന്നുള്ള സങ്കല്പമാണ് ജനാധിപത്യത്തിൻ്റെ അടിത്തറ എന്ന് പറയുമ്പോൾ, പ്രാതിനിധ്യ ജനാധിപത്യത്തിൽ ഏറ്റവും സുപ്രധാനമായിട്ടുള്ളത് അധികാരത്തിൻ്റെ, ഭരണനിർവഹണത്തിൻ്റെ വിവിധ തലങ്ങളിലുള്ള പ്രാതിനിധ്യ സ്വഭാവമാണ്. ഞാനൊരു ഉദാഹരണം പറയാം. ദക്ഷിണേന്ത്യക്ക് ഇന്ന് എക്സിക്യൂട്ടീവിൽ എന്താണ് പ്രാതിനിധ്യമുള്ളത്? അതും വിട്ടുകളയുക. 20 കോടി വരുന്ന ഒരു ജനവിഭാഗത്തിന് ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായിട്ട് ഒരംഗത്വം പോലും കേന്ദ്രമന്ത്രിസഭയിലില്ല എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് കേവലപരമായിട്ട് ഏതെങ്കിലും ഒരു പ്രതലത്തിൽ മാത്രം പ്രാതിനിധ്യം, തുല്യത എന്ന് പറയുമ്പോൾ മറ്റ് പ്രതലങ്ങളിൽ അതുപോലുള്ള ആനുപാതിക പ്രാതിനിധ്യം വേണ്ടതില്ലേ എന്നുള്ള പ്രസക്തമായിട്ടുള്ള ചോദ്യം കൂടി നമ്മൾ ഉൾക്കൊള്ളണം. ഇനി ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം, ഇപ്പോൾ തന്നെ ദക്ഷിണേന്ത്യ ഉത്തരേന്ത്യയുടെ ഒരു കോളനിയായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അത് ഭരണപരമായ കാര്യങ്ങളിൽ, ഫിസ്ക്കൽ ഫെഡറലിസത്തിൻ്റെ കാര്യത്തിൽ, വിദ്യാഭ്യാസത്തിൻ്റെ കാര്യത്തിൽ, ഭാഷയുടെ കാര്യത്തിൽ, ഏത് രംഗത്തെടുത്താലും ദക്ഷിണേന്ത്യക്ക് ഇപ്പോൾ ഒരു കോളനിയുടെ സ്വഭാവമാണുള്ളത്. ബ്രിട്ടൻ ഇന്ത്യ ഭരിച്ചിരുന്ന സമയത്ത് ഇന്ത്യ ഒരു കോളനിയായിരുന്നു എന്ന് പറയുന്നത് പോലെ, ഇന്ന് ഉത്തരേന്ത്യയുടെ ഒരു കോളനിയുടെ ഒരു പദവിയിലേക്ക് ദക്ഷിണേന്ത്യ മാറിയിരിക്കുന്നു. ഞാനൊരു ചെറിയ ഉദാഹരണം പറയാം. അതായത് GDP-യുടെ 18% ദക്ഷിണേന്ത്യയുടെ പോപ്പുലേഷൻ. 18% വരുന്ന ദക്ഷിണേന്ത്യ 36% GDP-ക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കേരളം പോലുള്ള ഒരു സംസ്ഥാനം, നമ്മുടെ ചെലവിൻ്റെ 79% നമ്മുടെ ഓൺ ഫണ്ടാണ്. അതേസമയം ഉത്തർപ്രദേശിലും ബീഹാറിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും യഥാർത്ഥത്തിൽ കേന്ദ്ര ഫണ്ടിൻ്റെ ഒരു ധാരാളിത്തം
കാണാൻ കഴിയും. ഇനിയിപ്പോൾ ഈ അടുത്ത കാലത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നിയമനിർമ്മാണം അല്ലെങ്കിൽ റെഗുലേഷനായിട്ട് വരാൻ പോകുന്നത് UGCയുടെ ഗൈഡ് ലൈൻസാണ്. അതോടുകൂടി ഉന്നത വിദ്യാഭ്യാസം പരിപൂർണമായും കേന്ദ്ര സർക്കാരിലേക്ക് തിരഞ്ഞെടുക്കപ്പെടും. ഇനി നമ്മുടെ നിയമനിർമ്മാണത്തിൻ്റെ ഒരു സ്വയംഭരണാവകാശം പരിശോധിക്കാം. അതായത് ഒരു നിയമസഭ പാസ്സാക്കുന്ന ബില്ല് അത് ഗവർണർ ആക്സെൻ്റ് ചെയ്യുക, അതിന് അംഗീകാരം കൊടുക്കുക എന്നുള്ള സംഭവം മുൻകാലങ്ങളിലുണ്ടായിരുന്നു. ഇപ്പോൾ അങ്ങനെ ഇല്ല. ഇപ്പോൾ കേരള നിയമസഭ പാസ്സാക്കിയ 8 ബില്ലുകൾക്ക് മേൽ ഗവർണർമാർ അടയിരുന്നു. അത് തമിഴ്നാട്ടിലാണെങ്കിൽ 11. ഇത് തെലങ്കാനയ്ക്കൊക്കെ ബാധകമാണ്. അപ്പോൾ നമ്മൾ ഏത് രംഗത്ത് നോക്കിക്കഴിഞ്ഞാലും ദക്ഷിണേന്ത്യ യഥാർത്ഥത്തിൽ ഉത്തരേന്ത്യയുടെ ഒരു കോളനിയായിട്ട് അതപ്പതിച്ചിരിക്കുകയാണ്. ഇനി നമ്മുടെ പ്രാതിനിധ്യം കൂടി, ലോകസഭയിലെ പ്രാതിനിധ്യം കൂടി ഇടിയുകയാണെങ്കിൽ ഭയാനകമായ ഒരു സാഹചര്യം ഉരുത്തിരിയും. ഈ ആശങ്കയുടെ പശ്ചാത്തലത്തിലാണ് ചെന്നൈയിൽ ഇന്ന് ദക്ഷിണേന്ത്യയിലെ നേതാക്കളും അതുപോലെ തന്നെ ഫെഡറലിസത്തെ ഉയർത്തിപ്പിടിക്കുന്ന മറ്റ് പ്രദേശങ്ങളിലെ നേതാക്കളും ഒത്തുചേർന്നത്. ശരി, ഞാൻ അങ്ങിലേക്ക് വരാം. ശ്രീ TP ജയേന്ദ്ര മാസ്റ്റർ, ഇപ്പോൾ 2023-24 ഇക്കണോമിക് സർവേ പ്രകാരം നമ്മുടെ രാജ്യത്തിൻ്റെ TFR എന്ന് പറയുന്നത്, അതായത് ഈ തുല്യത, സന്തുലനം നിലനിർത്തുക എന്ന് പറയുന്നത് ബർത്ത് റേറ്റ് നോക്കുകയാണെങ്കിൽ അതിൽ UP 2.8 ആണ്, ബീഹാർ 3.0 ആണ്, കേരളം 1.8 ആണ്. പുരോഗതി കൈവരിക്കുക എന്ന ഒരു കാര്യം നേടിയിരിക്കുന്നത് കൊണ്ട്, അതുപോലെ തന്നെ പ്രത്യുൽപാദന നിരക്ക് പുരോഗതിയുടെ ഭാഗമായി തന്നെ കുറയുന്നത് കൊണ്ട്, നമ്മുടെ ജനസംഖ്യാ നിയന്ത്രണ പദ്ധതികൾ അതേപടി ആവിഷ്കരിച്ച് നടപ്പിലാക്കുക എന്ന് പറയുന്ന ഉത്തരവാദിത്തം നിറവേറ്റിയത് കൊണ്ട് നമ്മുടെ ജനസംഖ്യ മറ്റ് സംസ്ഥാനങ്ങളുടെ ജനസംഖ്യാ നിരക്ക് വെച്ച് നോക്കുമ്പോൾ കുറവാണ്. ഇപ്പോൾ പോയ 10 വർഷക്കാലം 20%-ലധികം ജനസംഖ്യാ വർധനവാണ് ബീഹാറിനും ഉത്തർപ്രദേശിനുമൊക്കെ ഉണ്ടായതെങ്കിൽ കേരളത്തിൽ അത് 16%, തമിഴ്നാട്ടിൽ അത് 16% എന്ന നിരക്കൊക്കെയാണ്. അപ്പോൾ സമൂഹത്തോടുള്ള, രാജ്യത്തോടുള്ള ഉത്തരവാദിത്തം കൃത്യമായി നിർവഹിച്ചു എന്നൊരൊറ്റ കാര്യത്തിൻ്റെ പേരിൽ ജനസംഖ്യാ അധിഷ്ഠിതമായി മണ്ഡല പുനർനിർണയം നടക്കുമ്പോൾ നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ഒരു രാഷ്ട്രീയമായ സ്വാധീനം നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുക എന്ന് പറയുന്നതിനെക്കുറിച്ച് ഒരു ആശങ്കയുണ്ടാകില്ലേ? അത് കുറയില്ല എന്നത് ആവർത്തിച്ച് പറയുന്നുണ്ടെങ്കിലും നേരത്തെ ശ്രീ ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചതുപോലെ 24% പ്രാതിനിധ്യം എന്നത് അങ്ങനെ തന്നെ തുടരുമോ എന്ന ചോദ്യത്തിന് ഉത്തരം പറയാതെ പോകുന്നതിന് പിന്നിൽ ഒരു ഒളിച്ചുകളിയുണ്ടോ? മാധു, നമ്മൾ നല്ല ഇരുട്ടുള്ള ഒരു മുറിയിൽ ഇല്ലാത്ത കറുത്ത പൂച്ചയെ തപ്പി നടക്കുകയാണ് ഇന്ത്യയിലെ പ്രതിപക്ഷവും ചില മാധ്യമങ്ങളും എന്ന് തുറന്നു പറയേണ്ടി വരുന്നു. അപ്പം ഞാൻ ചോദിക്കട്ടെ, ജനപ്രാതിനിധ്യ നിയമത്തിൽ വരാൻ പോകുന്ന പ്രവർത്തനത്തിൽ ജനസംഖ്യ മാത്രമായിരിക്കും മാനദണ്ഡമെന്ന് മാതൃഭൂമിയുടെ ആരാ പറഞ്ഞത്? സൂര്യൻ്റെ കീഴിലുള്ള സകലതിനെക്കുറിച്ചും അമിത്ഷാ പറഞ്ഞതിനെ കുറ്റം പറഞ്ഞ ബ്രിട്ടാസ് സൂര്യൻ്റെ കീഴിലുള്ള സകലതിനെക്കുറിച്ചും പറഞ്ഞല്ലോ. അപ്പം ഞാൻ ചോദിക്കട്ടെ സാർ, 10 വർഷമായിട്ടേ ഉള്ളൂ BJP ഗവൺമെൻറ് ഇന്ത്യ രാജ്യം ഭരിക്കാൻ തുടങ്ങിയിട്ട്. ഈ രാജ്യത്തെ ജനസംഖ്യാ വർധനവ് അനിയന്ത്രിതമായി വർദ്ധിച്ചു പോയിട്ടുണ്ടെങ്കിൽ അതിന് ഉത്തരവാദിത്വം തേടേണ്ടതും കുറ്റപ്പെടുത്തേണ്ടതും BJP മാത്രമാണോ? മാത്രമല്ല, ജനസംഖ്യാ പ്രാതിനിധ്യം മാത്രമായിരിക്കും ഇതിൻ്റെ മാനദണ്ഡമെന്ന് ആരാണ്, എവിടെയാണ് പറഞ്ഞത്? സാമൂഹ്യ പിന്നോക്കാവസ്ഥയായിക്കൂടെ, സാമ്പത്തിക പിന്നോക്കാവസ്ഥയായിക്കൂടെ? ഇപ്പം നോക്കൂ, 25 വർഷമായി നമ്മൾ മരവിപ്പിച്ച് വെച്ചിരിക്കുന്ന ഒരു പ്രവർത്തനത്തിന് പ്രാരംഭമായ നടപടികൾ പോലും ആരംഭിച്ചിട്ടില്ല. മാധു, എന്തൊക്കെ നടക്കണം? 2025 തുടക്കത്തിലാണ് നമ്മൾ. 2026 ശേഷം സെൻസസ് നടക്കണം. ആ സെൻസസ് നടന്നാൽ മാത്രം പോരാ, അത് ഇനിയും ആരംഭിച്ചിട്ടില്ല. സെൻസസിന് ശേഷം ഡീലിമിറ്റേഷൻ ഒരു കമ്മീഷൻ നിശ്ചയിക്കണം. ഇതൊന്നും നരേന്ദ്രമോദിയും BJPയും ഉണ്ടാക്കി വെച്ച നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ഈ രാജ്യത്ത് അതൊക്കെ എങ്ങനെയൊക്കെ വേണമെന്നും എന്തൊക്കെ ചെയ്യണമെന്നും കൃത്യമായിട്ട് ഇവരൊക്കെ കൂടി ആലോചിച്ച് എഴുതി വെച്ച ഒരു നിയമത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്. നോക്കൂ, സുപ്രീം കോടതിയിൽ നിലവിലുള്ളതോ വിരമിച്ചതോ ആയ ഒരു ന്യായാധിപൻ വേണം, സുപ്രീം കോടതി ജഡ്ജ് വേണം, ചീഫ് ഇലക്ഷൻ കമ്മീഷണറോ അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രതിനിധി വേണം. ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. സംസ്ഥാനത്തെ ഏത് സംസ്ഥാനത്തെക്കുറിച്ചാണോ അതിനെക്കുറിച്ച് പഠനവും നിരീക്ഷണവും നടത്തേണ്ടത് ആ സംസ്ഥാനത്തിൻ്റെ ഒരു പ്രതിനിധി, ഇലക്ഷൻ കമ്മീഷനോ അദ്ദേഹം നിശ്ചയിക്കുന്ന പ്രതിനിധിയോ വേണം. ഓരോ സംസ്ഥാനത്തെക്കുറിച്ചും പഠിക്കുമ്പോൾ അവിടെ അസോസിയേറ്റഡ് സമിതിയായിട്ട് ആ സംസ്ഥാനത്തുള്ള 5 MP മാരും 5 നിയമസഭാ പ്രാതിനിധ്യമുള്ള ആളുകളും വേണം.
ഇവരൊക്കെ കൂടിയിരുന്ന് ചർച്ച ചെയ്ത് ചിന്തിച്ച് എടുക്കേണ്ട ഒരു തീരുമാനത്തെക്കുറിച്ച് സത്യത്തിൽ നമ്മൾ വി ആർ ബീറ്റിംഗ് ദ ബുഷ്. ഇതെവിടെയാണ് എത്തിയത്? അല്ല, ഇത് പാർലമെന്റിലടക്കം ചർച്ചയായ ഒരു വിഷയം ടെലിവിഷൻ ചർച്ചകളുടെ വിഷയമാകുന്നത് ഇരുട്ടുമുറിയിലെ പൂച്ചയെ തപ്പുകയാണ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പാർലമെന്റിൽ ബഹുഭൂരിപക്ഷമുള്ള അംഗങ്ങൾ എല്ലാവരും ചേർന്നിരുന്ന് അങ്ങയുടേതടക്കം നേതാക്കളും ഈ ഇരുട്ടുമുറിയിലെ പൂച്ചയാണ് തപ്പിയിട്ടുണ്ടാവുക എന്ന് ഞാൻ വിചാരിക്കുന്നു. പിന്നെ ഭരണഘടനയുടെ 81 അനുച്ഛേദ പ്രകാരം തന്നെ ലോക്സഭാ സീറ്റ് എണ്ണത്തിന്റെ അനുപാതവും സംസ്ഥാനങ്ങളിലെ ജനസംഖ്യാ അനുപാതവും കഴിയുന്നത്ര തുല്യമായിരിക്കണം എന്ന് തന്നെയാണ് വിവക്ഷിച്ചിരിക്കുന്നത്. അപ്പോൾ ജനസംഖ്യ ആണ് പ്രധാന മാനദണ്ഡം. ജനസംഖ്യ കണക്കാക്കേണ്ടത് അവസാനത്തെയും തൊട്ടു മുൻപുള്ള സെൻസസിന്റെയും വിവരങ്ങളുടെ അടിസ്ഥാനത്തിലായിരിക്കണം. ആ കണക്കനുസരിച്ചായിരിക്കണം ലോക്സഭാ എണ്ണത്തിന്റെ സീറ്റും അനുപാതവും പൂർത്തീകരിക്കേണ്ടത്. ഓരോ സെൻസസിന് ശേഷവുമാണ് സീറ്റ് നമ്പർ പുനഃക്രമീകരിക്കണം എന്നുള്ളത് 82-ാം അനുച്ഛേദം പറയുന്നുണ്ട്. അതിന്റെ അധികാരം പാർലമെന്റിനാണ് എന്നും പറയുന്നുണ്ട്. അതിനിപ്പോൾ മാതൃഭൂമിയോട് പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട എന്തെങ്കിലും ഇല്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിനപ്പുറത്തേക്ക് എന്തെങ്കിലും വിവക്ഷ ഭരണഘടനയിലുണ്ടെങ്കിൽ അങ്ങ് പറഞ്ഞു തന്നാൽ ഞാൻ കൃത്യമായി കേൾക്കുകയും ആകാം. അല്ല, ഞാൻ അത് തന്നെയാണ് വരുന്നത്. മാധു ഇവിടെ എനിക്ക് മുമ്പ് സംസാരിച്ച ബഹുമാനപ്പെട്ട എം പറയുന്ന ആശങ്ക ഏറുന്നു എന്നുള്ളതാണ്. ഈ ആശങ്ക എന്ന് തുടങ്ങിയതാ? 2014 മുതൽ ആശങ്ക കൂടി വരികയാണ്. അടുത്ത കാലത്തൊന്നും ഇത് അവസാനിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല മാധു. മാത്രമല്ല, ഇതെവിടെയാണ് ഇതിൻ്റെ പശ്ചാത്തലം? നോക്കൂ, ഡൽഹി മദ്യ അഴിമതിയെ വെല്ലുന്ന തരത്തിലൊരു മദ്യ അഴിമതി തമിഴ്നാട്ടിലുണ്ടായിരിക്കുന്നു. 1000 കോടി രൂപയുടെ പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കി അഴിമതിയിൽ ആടി ഉലയുന്നു. നേരത്തെ ട്രാൻസ്പോർട്ട് മന്ത്രിയായപ്പോൾ നിയമനത്തിൽ കുറ്റം കണ്ടെത്തിയ ഒരാൾ. അതിനെക്കുറിച്ച് മൗനം പാലിക്കാൻ മാത്രമല്ല, അത് മറികടക്കണം. ആദ്യം 1960കളും 70കളും ആരംഭിച്ച ഭാഷാ യുദ്ധത്തെക്കുറിച്ച് ഉറക്കം കുറിച്ചു. അത് ചീറ്റിപ്പോയി. ഇപ്പം ഉണ്ടായ വസ്തുത എന്താണ്? മക്കൾക്കും മരുമക്കൾക്കും വേണ്ടി അടുത്ത ഭരണം കിട്ടാനുള്ള ചില പ്രതിപക്ഷ നേതാക്കന്മാരുടെ ഒരുമിച്ച് ചേരൽ. നോക്കൂ, മക്കളില്ലാത്തത് കൊണ്ട് മമത വന്നില്ല. ഇതിനെക്കുറിച്ച് ആത്മാർത്ഥയില്ലാത്തത് കൊണ്ട് ആന്ധ്രയിൽ നിന്നും ഒറീസയിൽ നിന്നും ആൾ വന്നില്ല. ഇനി പാർലമെന്റിലെ വിശ്വാസത്തിലെടുത്തുകൊണ്ടാണ് മാധു നമ്മുടെ ചർച്ചയെങ്കിൽ ഞാൻ ചോദിക്കട്ടെ, പാർലമെന്റിൽ നിങ്ങൾ ഈ പറയുന്ന സോഷ്യൽ മീഡിയയിൽ ചില ആഘോഷം നടക്കുന്നുണ്ട്. ഞാൻ മാധുവിനെ അയച്ചു തരാം. ഒന്ന്, പാർലമെന്റിനകത്ത് ചോദ്യം ചോദിച്ചപ്പോൾ അമിത്ഷാ കൃത്യമായിട്ട് പറഞ്ഞു, ഒരിടത്തും ഇതിൻ്റെ സീറ്റിൻ്റെ എണ്ണം കുറയാൻ പോകുന്നില്ല. പാർലമെന്റിൽ നടന്ന ചർച്ചയാണ്, ആധികാരികം വിശ്വസിക്കണം, വിശ്വാസം എടുക്കാമെങ്കിൽ നമുക്കിത് പോകാം. രണ്ടാമത്, കേരളത്തിൽ ഏതാണ്ട് 27 പാർലമെന്റ് സീറ്റ് ഉണ്ടാകുമെന്നും കർണാടകയിൽ 41 ഉണ്ടാകുമെന്നും തമിഴ്നാട്ടിൽ 47 ഉണ്ടാകുമെന്നും ഒക്കെ ചില ഇംഗ്ലീഷ് സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ അതും ആഘോഷിക്കുന്നുണ്ട്. അതാ ഞാൻ ചോദിച്ചത്, ഇത് ആരുടെയൊക്കെയോ ഭാവനയ്ക്കനുസരിച്ചുള്ള സൃഷ്ടിയും സങ്കല്പവുമാണോ? മാത്രമല്ല, ഇപ്പം മാധു പറഞ്ഞൊരു വാക്ക് ഞാൻ ശ്രദ്ധിച്ചു, രാഷ്ട്രീയമായി ചിലരുടെ ഇല്ലായ്മയാകുമെന്ന്. ഞാൻ ചോദിക്കട്ടെ, ഈ രാജ്യത്ത് 36 കൊല്ലം ഭരിച്ച ബ്രിട്ടാസിന്റെ പാർട്ടി ബംഗാളിൽ ഇല്ലായ്മയുടെ കാരണമാകും എന്നൊന്നും ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷേ ഞാൻ പറയാത്തത് പറയേണ്ടതുമില്ല. ഇതിന്റെ ഒരു പ്രശ്നം എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 24% എന്ന് പറയുന്ന പ്രാതിനിധ്യം തുടരുമോ എന്ന ചോദ്യം 2 മണിക്കൂർ സംസാരിച്ചിട്ടും അതിന് മറുപടി പറഞ്ഞില്ല എന്ന ഒരു കാര്യം ശ്രീ ജോൺ ബ്രിട്ടാസ് ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട്. കൂടിയാലും കുറഞ്ഞാലും അത് ജനസംഖ്യാനുപാതികമാണ് എങ്കിൽ 2 തരത്തിൽ ഇത് ചെയ്യാം. ഒന്ന്, ഈ പറയുന്ന ഇപ്പോഴുള്ള നിലവിലുള്ള മണ്ഡലങ്ങളെ പുനർവിതരണം ചെയ്യാം ജനസംഖ്യാടിസ്ഥാനത്തിൽ, അല്ലെങ്കിൽ മൊത്തം സീറ്റുകളെ 750 മുതൽ 800 വരെയുള്ള സീറ്റുകളായി വർദ്ധിപ്പിക്കാം. ഇതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്ന് പറയുന്നത് ഈ 2026 ശേഷം നടക്കുന്ന സെൻസസ് ആണ് എങ്കിൽ സ്വാഭാവികമായും അതിൽ ജനസംഖ്യ ക്രമപ്പെടുത്തൽ അടക്കമുള്ള കാര്യങ്ങളിൽ, ജനസംഖ്യാ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങളിൽ ഉത്തരവാദിത്തപൂർവമായ ഒരു നിലപാട് സ്വീകരിച്ച സംസ്ഥാനങ്ങൾക്ക് പ്രാതിനിധ്യത്തിൽ പ്രശ്നമുണ്ടാകും എന്ന കാര്യം തന്നെയാണ് ആവർത്തിച്ച് പറയുന്നത്. അതിൽ മറ്റെന്തെങ്കിലും മാനദണ്ഡമുണ്ട് എന്ന് ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുകയും ചെയ്തത്. ശ്രീ അനിൽ ബോസിപ്പോ, ഇത് മക്കൾ ഭരണത്തിലേറേണ്ടത് കൊണ്ട് നടന്ന ഒരു രാഷ്ട്രീയ യോഗം മാത്രമാണോ ഇന്ന് നടന്ന സുപ്രധാനമായ യോഗം? അത് സ്റ്റാലിൻ തുടക്കം കുറിച്ച് അദ്ദേഹം എഴുതുകയും പറയുകയും ചെയ്ത കാര്യങ്ങൾ മുതൽ ഇന്ന് സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി, മറ്റ് പ്രധാനപ്പെട്ട നേതാക്കൾ എല്ലാവരും പറഞ്ഞതടക്കമുള്ള കാര്യങ്ങൾ വരെ നോക്കുമ്പോൾ വളരെ സങ്കുചിതമായ രാഷ്ട്രീയ താല്പര്യങ്ങൾക്കപ്പുറത്ത് ജനവിഭാഗങ്ങൾ തമ്മിലുള്ള നമ്മുടെ രാജ്യത്തിന്റെ സവിശേഷത തന്നെ അതാണ്, അല്ലെ? നാനാത്വമുണ്ട്, അതിൽ ഏകത്വമുണ്ട് എന്നുള്ളതാണ് നമ്മുടെ ഏറ്റവും അടിസ്ഥാനപരമായ സ്വത്വം എന്ന് പറയുന്നത്. അപ്പൊ രാജ്യത്തിന്റെ ഒരു വലിയ വിഭാഗത്തിന് പ്രാതിനിധ്യം ഉണ്ടാകണം, അവർ തമ്മിൽ വലിയ വിള്ളലുകൾ ഉണ്ടാകരുത് എന്ന നിർബന്ധ ബുദ്ധി, അത് ഓരോ ഫെഡറൽ വ്യവസ്ഥയുടെയും, അല്ലെ, അഭിമാനത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും ഒക്കെ ഭാഗമല്ലേ? എന്നോടായിരിക്കും അങ്ങയോടല്ല, ഞാൻ അനിൽ ബോസിനോടാണ് ചോദിച്ചത്. അല്ല,
അല്ല ഈ മക്കളുണ്ടാകുന്നതും കൊച്ചുമക്കളുണ്ടാകുന്നതും ഒക്കെ ഒരു യോഗമാണ്. നമ്മൾ അതൊന്നും അല്ലല്ലോ ഇവിടെ ചർച്ച ചെയ്യേണ്ടത്. ഇവിടെ ഏതെങ്കിലും വ്യക്തികൾ രാഷ്ട്രീയത്തിൽ വരുന്ന വിഷയമല്ലല്ലോ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട് ചർച്ച നടക്കും പറയുന്നത്. ഇതിനെ കക്ഷി രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി വിലയിരുത്തുന്നതിൻ്റെ ഒരു പ്രശ്നമാണ്. ഇപ്പം BJP അല്ലെങ്കിൽ കോൺഗ്രസ് അല്ലെങ്കിൽ CPM എന്നുള്ള നിലയിലല്ല ഈ ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട ചർച്ചകളെ ഞാൻ നോക്കിക്കാണുന്നത്. ഒരു ചെറിയ കാര്യം ഞാൻ പറയാം. ഇപ്പം ഇന്ത്യയിൽ ഭരിക്കുന്ന ഗവൺമെൻറ് BJPയും സഖ്യകക്ഷികളുമാണല്ലോ. എന്തുകൊണ്ടാണ് ഈ ഗവൺമെൻറ്റിന് പ്രത്യേകമായി നിതീഷ് കുമാറിന് വേണ്ടി ബീഹാറിലും ചന്ദ്രബാബു നായിഡുവിന് വേണ്ടി ആന്ധ്രയിലും പ്രത്യേക പാക്കേജുകൾ അനുവദിക്കാൻ നിന്നു കൊടുക്കേണ്ടി വരുന്നത് എന്തുകൊണ്ടാണ്? സ്വന്തമായി ഭൂരിപക്ഷമില്ലാത്തത് കൊണ്ട് അവരുടെ പിൻബലമുണ്ടെങ്കിൽ മാത്രമേ ഈ ഗവൺമെൻറ്റിന് സുതാര്യമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ബോധ്യമാണ്, അല്ലെങ്കിൽ സുരക്ഷിതമായി മുന്നോട്ട് പോകാൻ കഴിയുമെന്ന ബോധ്യമാണ് അവർ പറയുന്ന സമ്മർദ്ദത്തിന് വിധേയമാകേണ്ടി വരുന്നത്. അതിന് നാളെ കോൺഗ്രസ് ഭരിച്ചാലും അങ്ങനെ തന്നെയാണ്. ഒരു മുന്നണി രാഷ്ട്രീയത്തിൽ ചില പാർട്ടികൾ പ്രാദേശികമായി ശക്തരാണെങ്കിൽ അവരുടെ പിൻബലം നമുക്ക് ആവശ്യമാണെങ്കിൽ അവരുടെ ആവശ്യങ്ങൾക്ക് വഴങ്ങേണ്ടതായിട്ട് വരും. ഇതിനെ രാഷ്ട്രീയമായ തർക്കമായി എടുക്കരുത്. ഞാൻ പറയുന്നത് വളരെ പോസിറ്റീവായിട്ട് എടുക്കുക. ഇത് ഒരു ഫെഡറൽ സിസ്റ്റത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താ? കേരളത്തിൽ 20 MP-മാരാണുള്ളത്. 20 MP-മാരിൽ UDF-നാണ് മജോറിറ്റി. ഇപ്പം UP ആണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട സ്റ്റേറ്റായിട്ട് നമ്മൾ ചൂണ്ടിക്കാണിക്കുന്നത്. അവിടെ 80 പാർലമെൻറ്റ് സീറ്റുണ്ട്. 41 ഇന്ത്യ സഖ്യമാണ്. 80 സീറ്റ് നിലവിലുണ്ട്. നിലവിൽ 80 സീറ്റുണ്ട്. അതിൽ 41 ഇന്ത്യ സഖ്യത്തിനാണ്, BJP-ക്കല്ല. അപ്പോൾ അതുകൊണ്ട് ആ നിലയിലല്ല ഇതിനെ കാണേണ്ടത്. അവിടുത്തെ ജനസംഖ്യാനുപാതികമായി ഇപ്പോൾ വരുന്ന ചില റെക്കോർഡുകൾ പ്രകാരം, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള റെക്കോർഡുകൾ പ്രകാരം ഇപ്പോൾ 80 സീറ്റുള്ള സ്ഥലത്തുനിന്ന് ഒറ്റയടിക്ക് 143 സീറ്റിലേക്ക് UP-യിൽ സീറ്റ് വർധന ഉണ്ടാവും ജനസംഖ്യാനുപാതികമായി നടത്തിയാൽ. ഇവിടെ നമ്മൾ കാണുന്നത് രാജ്യാന്തര തലത്തിലുള്ള 25 കോടിയോളം വരുന്ന പോപ്പുലേഷനാണ്. 80 സീറ്റ് എന്ന് പറയുമ്പോൾ 543 സീറ്റിൽ 80 സീറ്റ് എന്ന് പറയുന്നത് തന്നെ വലിയ പ്രാതിനിധ്യം. പണ്ട് വാജ്പേയി പറഞ്ഞിട്ടുണ്ട്, ലഖ്നൗ വഴിയാണ് ഡൽഹിക്കുള്ള വഴി എന്നുള്ളത്, ലഖ്നൌവിലൂടെയാണ് ഡൽഹിക്കുള്ള വഴി എന്നുള്ളത്. ഈ 16.98% UP പോപ്പുലേഷൻ എന്ന് പറയുന്നത് രാജ്യത്തിന് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത്. അത് 1/6 എന്ന നിലയ്ക്ക് മാറുകയാണ് എങ്കിൽ ഹിന്ദി ഹൃദയഭൂമി കൊണ്ട് മാത്രം, ഇപ്പോഴും അങ്ങനെയൊക്കെ തന്നെയാണ്, എന്നിരുന്നാൽ പോലും അതൊരു ആധിപത്യ വർധനയാണ്. ഈ ഇന്റർനാഷണൽ ലെവലിൽ നമ്മൾ ഈ വിഷയത്തെ പരിശോധിച്ചാൽ US അടക്കമുള്ള രാജ്യങ്ങൾ എടുത്തു കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് പാർലമെൻറ്റ് കോൺസ്റ്റൻസികൾ ഡിവൈഡ് ചെയ്തതെന്ന് മനസ്സിലാക്കിയിട്ടുണ്ട്. അവർ സ്റ്റേറ്റ് അടിസ്ഥാനത്തിലല്ല. ഇപ്പോൾ UP-യിൽ ഇത്ര സീറ്റ് വർധനവ്, കേരളത്തിൽ ഇത്ര സീറ്റ്, തമിഴ്നാടിൽ ഇത്ര സീറ്റ് എന്നതുപോലെയല്ല. അവിടെ സ്റ്റേറ്റ് വൈഡായിട്ടല്ല അവർ ചെയ്യുന്നത്. അവിടെ പോപ്പുലേഷൻ്റെ അടിസ്ഥാനത്തിൽ പോപ്പുലേഷൻ തുല്യമായി ഡിവൈഡ് ചെയ്യുക ചെയ്യുന്നത്. ആ സ്ഥിതിയിലേക്കാണ് ചർച്ചകൾ വരുന്നതെങ്കിൽ ഞങ്ങൾക്ക് യാതൊരു തർക്കവുമില്ല, ആർക്കും തർക്കം പറയേണ്ട കാര്യമില്ല. ഇന്ത്യയിലെ ജനസംഖ്യാനുപാതികമായി എല്ലാ മണ്ഡലത്തിനും തുല്യ വോട്ട് എന്നുള്ള നിലയിൽ വെച്ച് കൃത്യമായി കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെ വരുമ്പോൾ ഇപ്പോൾ ഈ UP-യിലെ കാര്യമെടുത്താൽ, UP-യിൽ സീറ്റ് വർധനവുമായി ബന്ധപ്പെടുത്താൽ സംസ്ഥാനങ്ങൾ വീണ്ടും വിഭജിക്കപ്പെടുമോ? അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ മുഴുവൻ സംസ്ഥാനങ്ങൾക്കും ഇന്ത്യൻ ഫെഡറൽ സിസ്റ്റത്തിൽ ഒരേ അവസ്ഥയിലുള്ള അതിർവരമ്പുകൾ നിശ്ചയിക്കണം, പ്രത്യേകമായിട്ടുള്ള സാഹചര്യങ്ങൾ ഉണ്ടാകണം. അല്ലാതെ വരുമ്പോൾ ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങളെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന സ്റ്റേറ്റിൻ്റെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഒരു സെൻട്രൽ ഗവൺമെൻറ് പോകാൻ കഴിയും. അവിടെയാണ് നമ്മളെപ്പോലുള്ള സംസ്ഥാനങ്ങളെ ബാധിക്കുന്നത്. കേരളത്തെ, പഞ്ചാബിനെ, തെലങ്കാനയെ, തമിഴ്നാടിനെ, കർണാടകയൊക്കെ ബാധിക്കുന്നത് അപ്പോഴാണ്. ഇത് മധ്യപ്രദേശിനെയോ രാജസ്ഥാനെയോ UP-യെയോ ഒന്നും ബാധിക്കില്ല. അവരുടെ സീറ്റ് വർധന കൂടുമ്പോൾ അവരുടെ സമ്മർദ്ദം വലുതാകും. അപ്പോൾ ഒരു പൊതുവായ വികസന പദ്ധതികളോ പാക്കേജുകളോ വരുമ്പോൾ ചെറിയ സംസ്ഥാനങ്ങൾ നോക്കിയിരിക്കേണ്ടി വരും, ആകാശത്തോട്ട് നോക്കിയിരിക്കേണ്ട സാഹചര്യം വരും. അപ്പം അതുകൊണ്ടാണ് ഇത് ചലഞ്ച് ചെയ്യപ്പെടുന്നത്. ഇവിടെ തന്നെ നമ്മൾ നോക്കൂ, 1951 ആ സെൻസസ് പ്രകാരം അന്നത്തെ 36.1 ജനസംഖ്യ. അന്ന് 494 സീറ്റാണ്. 1961 എത്തിയപ്പോൾ അത് 522 സീറ്റായി, 43.9%. 1971 സെൻസസ് വന്നപ്പോഴത്തേക്ക് അത് 543 സീറ്റായി. അപ്പോൾ തന്നെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും, ഒരു പാർലമെൻറ്റ് കോൺസ്റ്റൻസിയിൽ ഏതാണ്ട് 7.3 ലക്ഷം വോട്ടർമാരെ വെച്ചാണ് അന്ന് കണക്കാക്കിയത്. രണ്ടാം ഘട്ടം വന്ന് 61 വരുമ്പോൾ 8.4. ഇപ്പോഴത്തെ സ്ഥിതി എന്താ? 10.1. 10 ലക്ഷം വോട്ടർമാർ മിനിമം ഉണ്ടാവണം ഒരു പാർലമെൻറ്റ് കോൺസ്റ്റൻസിയിൽ. ഇപ്പം അതിൽ കൂടുതലുണ്ട്.
പല മണ്ഡലങ്ങളിൽ. ഇപ്പോൾ ആലപ്പുഴയിലാണെങ്കിൽ 14 ലക്ഷം വോട്ടർമാരുണ്ട്. അപ്പോൾ അതുപോലെ ഓരോ സ്ഥലത്തും ലക്ഷക്കണക്കിന് വോട്ടർമാരുടെ വർധനമുണ്ട്. നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഒരു സംസ്ഥാനത്ത് അമിതമായ എണ്ണം വർദ്ധിക്കാൻ ഇടയാകുന്നു. എന്തുകൊണ്ട്? ജനസംഖ്യാ നിയന്ത്രണം എന്ന് പറയുന്നതിന് വേണ്ടി നമ്മളിവിടെ നിയമം കൊണ്ടുവന്നിരുന്നു. ആ ജനസംഖ്യാ നിയന്ത്രണത്തിൽ വിജയിച്ച സംസ്ഥാനങ്ങളാണ് കേരളം, വിജയിച്ച സംസ്ഥാനമാണ് തമിഴ്നാട്. അത് തെറ്റാണോ? രാജ്യത്ത് നിലനിൽക്കുന്ന ഒരു നിയമം വളരെ കൃത്യമായി നടപ്പിലാക്കിയതിന്റെ പരിണതഫലം പുരോഗതി കൈവരിക്കുക എന്ന് പറയുന്നത് ഒരു സംസ്ഥാനത്തിന് അർഹമായ ആനുകൂല്യങ്ങൾ, അർഹമായ പരിഗണന, അർഹമായ പ്രാതിനിധ്യവും കൂടി ഈ ഘട്ടത്തിൽ അതിന് നിഷേധിക്കപ്പെടുന്ന ഒരു ഘടകമാകുമോ എന്നുള്ളത്. ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇപ്പോൾ സാമ്പത്തിക പുരോഗതി അടക്കം നോക്കി സാമ്പത്തിക വിതരണം സാമ്പത്തിക വിതരണം മതി എന്ന് തുറന്നും ഒളിഞ്ഞും ഒക്കെ പ്രഖ്യാപിച്ച ഒരു ബജറ്റ് കൂടി കടന്നുപോയിരിക്കുകയാണ്. മറ്റു സംസ്ഥാനങ്ങളുമായി ഏകത നിലവിൽ വന്നാൽ അതിനുശേഷം പരിഗണിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ പാപ്പരാണെന്ന് പ്രഖ്യാപിക്കൂ, അതിനുശേഷം പരിഗണിക്കാം എന്നുള്ള നിലയ്ക്കൊക്കെ വിവാദങ്ങളും വിചാരങ്ങളും ഒക്കെ ഉണ്ടായി. അതിനപ്പറ്റി ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സുകൾ, അതിന് ഏറ്റവും കൂടുതൽ അടിസ്ഥാനമാകുന്ന ശേഷിയടക്കം, ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണത്തിലടക്കം നമ്മൾ കൈവരിച്ചിരിക്കുന്ന നേട്ടങ്ങളടക്കം, പ്രഖ്യാപിച്ച ഇൻകം അടക്കം, നമ്മുടെ സാമ്പത്തിക ശേഷി അടക്കം, നമ്മുടെ വാങ്ങൽ ശേഷി അടക്കം ഒക്കെ പരിഗണിക്കപ്പെടുമ്പോൾ നമ്മളൊരു വികസിത സമൂഹമായി മാറിയിരിക്കുന്നു എന്നുള്ളത് അഭിമാനത്തിന് പകരം അത് ഒരു വലിയ പോരായ്മയായി പരിഗണിക്കപ്പെടുക, രാഷ്ട്രീയമായും സാമ്പത്തികമായും എന്ന് പറയുന്നത് ഈ നമ്മൾ പറയുന്ന ഒരു ഫെഡറൽ ബാലൻസ് എന്ന് പറയുന്നതിനെ നിരന്തരം ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുന്നതിന് തുല്യമാണ്. യഥാർത്ഥത്തിൽ ഈ ഒരു ചർച്ചയെ വളരെ ഗൗരവമായി കാണാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്കെൻ്റെ സഹ പാനലിസ്റ്റുകളുടെ ഒരു അഭ്യർത്ഥനയുണ്ട്. എന്നാൽ കാരണം എന്ന് വെച്ചാൽ നമ്മുടെ പ്രേക്ഷകർ ഈ വിഷയം എന്താണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി, ഗ്രഹിക്കാൻ വേണ്ടിയിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നമ്മളിതൊരു കവലയിലെ ഒരു തമ്മിൽ തല്ലായിട്ടോ അല്ല തർക്കമായിട്ടോ ഇതിനെ മാറ്റരുതെന്ന് എനിക്കൊരു സബ്മിഷനുണ്ട്. ഇതൊരു ഒരു വിനീതമായിട്ടൊരു അഭ്യർത്ഥനയാണ്. ഇപ്പോൾ CPM, BJP, നിങ്ങൾ വലിയ പാർട്ടിയോ ചെറിയ പാർട്ടി, നിങ്ങൾ ക്ഷയിച്ചില്ലേ, ഇപ്പം CPM ബംഗാളിൽ തോറ്റില്ലേ, അപ്പം ഞാൻ ഉടനെ പറയും നിങ്ങൾ 2 സീറ്റായിട്ട് അത് പതിച്ചില്ലേ. അതൊക്കെ ഞാൻ അതിന് താല്പര്യമില്ല. എനിക്ക് ഇതിനകത്ത് വളരെ ഗൗരവത്തിൽ ചർച്ച ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. എൻ്റെ സുഹൃത്തുക്കളോട് എനിക്കൊരു കാര്യം പറയാനുണ്ട്. ഇപ്പോൾ അനിൽ ബോസ് പറയുന്നതോട് എനിക്ക് യോജിപ്പില്ല. ഞാൻ പറയാം. അനിൽ ബോസ് പറഞ്ഞത്, അതായത് അങ്ങനെയാണെങ്കിൽ സംസ്ഥാനങ്ങളെ അങ്ങനെ ഉണ്ടാക്കിക്കൂടെയെന്ന്. യഥാർത്ഥത്തിൽ അനിൽ ബോസിൻ്റെ പാർട്ടിയുടെ നയമല്ല പറയുന്നത്. എൻ്റെ വളരെ അടുത്ത മിത്രമാണ്. അതായത് നമ്മുടെ സംസ്ഥാനങ്ങൾ എന്ന് പറഞ്ഞാൽ അതിൽ ഭാഷാപരമായ സാംസ്കാരികപരമായിട്ടുള്ള ഒരു പൈതൃകമുണ്ട്. അതൊരു നമ്പർ ഗെയിം അല്ല. അതാദ്യം തന്നെ നമ്മൾ മനസ്സിലാക്കണം. രണ്ടാമത്തെ കാര്യം, നമ്മുടെ രാജ്യത്തിൻ്റെ ഏത് രാജ്യം എടുത്താലും അതിൻ്റെ വികസനം എങ്ങനെയാണ് സാധ്യമാകുന്നത്? അതിലേറ്റവും പ്രധാനപ്പെട്ടത് ആരോഗ്യം, വിദ്യാഭ്യാസമൊക്കെയാണ്. അപ്പം ഇത് രണ്ടും ഏതാണ്, ആരോ മുട്ടയാണോ ആദ്യം വന്നത്, കോഴിയാണോ ആദ്യം വന്നതുപോലെയാണ്. വികസനവും വിദ്യാഭ്യാസവും ആരോഗ്യമൊക്കെ പരസ്പരം ഇടകലർന്ന സംഭവമാണ്. അപ്പോൾ നമ്മളിപ്പോൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ വികസനം വേണ്ടത്ര രീതിയിൽ വരാത്തതിന് കാരണം അവിടെ വേണ്ടത്ര ഈ പറഞ്ഞ വിദ്യാഭ്യാസവും ആരോഗ്യവും ഒന്നും ശക്തിപ്പെടാത്തത് കൊണ്ടാണ്. അത് വളരെ വ്യക്തമാണ്. ലോകരാജ്യങ്ങളിലെടുത്താലും മനസ്സിലാക്കും. ഇനി ഞാൻ 2-3 കാര്യങ്ങളിലേക്ക് വരാം. എന്തുകൊണ്ടാണ് ഈ ആശങ്ക? ഇത് കേവലപരമായിട്ട് ഇരുട്ടിൽ പൂച്ചയെ തപ്പുന്ന ഒരു ദൗത്യമല്ല. ഞാൻ എൻ്റെ സ്നേഹിതനോടൊരു കാര്യം പറയട്ടെ. ഒന്ന്, ലോകത്തിലെ ഒരു ജനാധിപത്യ രാജ്യം, ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ എന്തുകൊണ്ടാണ് സെൻസസ് വൈകുന്നത്? ആദ്യകാലങ്ങളിൽ കോവിഡിൻ്റെ സമയത്ത് ഞാൻ പാർലമെൻറ്റിൽ ചോദ്യം ചോദിച്ചപ്പോൾ കോവിഡ് കൊണ്ടാണെന്ന് പറഞ്ഞു. ഇപ്പോൾ ഒരു മറുപടിയില്ല. സെൻസസ് വൈകുന്നത് തന്നെ അതിലൊരു ദുരൂഹതയുണ്ട്, ഒരു ഗൂഢാലോചനയുണ്ട്. അതൊന്നും കൂടി ഞാൻ പറയാം. എന്താ കാരണം? ഈ 25 വർഷത്തെ ഫ്രീസ് എന്ന് പറയുന്നത് 2026 അവസാനിക്കുന്നത്. അപ്പം 2021 നടക്കുന്ന സെൻസസ് 22-ലോ 23-ലോ 24-ലോ നടത്തിയാൽ 31 കഴിഞ്ഞിട്ട് മാത്രമേ ഈ മണ്ഡല പുനർനിർണയത്തെക്കുറിച്ച് ചിന്തിക്കാൻ കഴിയുള്ളൂ. അതുകൊണ്ട് വളരെ ബോധപൂർവം ഈ സെൻസസ് വൈകിച്ചു കൊണ്ടുപോവുകയാണ്. ഒന്ന് ചിന്തിച്ചു നോക്ക്. ഇത്രയും വൈവിധ്യങ്ങളുള്ള രാജ്യത്തിൻ്റെ വികസനം സാധ്യമാക്കണമെങ്കിൽ നമുക്ക് ആദ്യം വേണ്ടത് റോബസ്റ്റ് ഡേറ്റയാണ്. ഈ രാജ്യത്തിൻ്റെ ജനങ്ങളുടെ അവസ്ഥ എന്താണ്, ഓരോ വിഭാഗത്തിൻ്റെ അവസ്ഥ എന്താണ് സാമ്പത്തിക സർവേ അടിവരയിട്ട് പറയുന്നത്? നമ്മുടെ രാജ്യത്തിന് ലഭ്യമാകുന്ന സ്ഥിതിവിവര കണക്കുകളുടെ അഭാവമാണ് നമ്മുടെ വികസന പ്രക്രിയയെ പിന്നോട്ട് വലിക്കുന്നതെന്ന് ആരാ പറഞ്ഞത്? സാമ്പത്തിക സർവേയാണ്. എന്തുകൊണ്ടാണ് ഒരു രാജ്യം, ഇതുപോലൊരു രാജ്യത്തിൻ്റെ ഒരു സെൻസസ് വൈകുന്നത്? ബനാന റിപ്പബ്ലിക്കിൽ മാത്രമായിരിക്കാം ഇതുപോലെ സെൻസസ് വൈകിക്കുന്നത്. ഇനി രണ്ടാമത്തെ കാര്യം, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം,
പുതിയ പാർലമെൻറ്റ് ഉണ്ടാക്കിയപ്പോൾ 848 സീറ്റാണ് ലോക്സഭയിലുള്ളത്. അത് മനസ്സിലാക്കണം, 848. അമിത്ഷാ സെലക്റ്റീവായിട്ട് എന്തുകൊണ്ട് ഇതിനോട് പ്രതികരിച്ചു? എൻ്റെ സ്നേഹിതൻ ജയേന്ദ്രൻ മാഷ് മനസ്സിലാക്കേണ്ടത്, ഇത് BJP CPM കോൺഗ്രസ് വിഷയമല്ല. ഇത് ഈ രാജ്യം ഒരു ഐക്യത്തോടെ ഫെഡറൽ രാജ്യമായി നിലനിൽക്കേണ്ടതിൻ്റെ ആവശ്യമാണ്. അല്ലാതെ ഇതിലേക്ക് രാഷ്ട്രീയം കലർത്തരുത്. എന്തുകൊണ്ട് അമിത്ഷാ പറഞ്ഞത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളുടെ സീറ്റ് കുറയില്ല എന്ന്? അപ്പോഴാണ് ഞാൻ ചോദിച്ചത് പാർലമെൻറ്റിൽ, താങ്കൾ ഇന്നലത്തെ ആ പ്രൊസീഡിങ്സിൻ്റെ രേഖ പരിശോധിക്കുക. കുറയോ കൂടുവോ എന്നുള്ളതല്ല, ദക്ഷിണേന്ത്യക്കുള്ള 24% ഷെയർ പങ്കാളിത്തം, അതിലെന്തെങ്കിലും മാറ്റം വരുമോ ഇല്ലയോ നിങ്ങൾ പറ. അദ്ദേഹം മിണ്ടിയില്ലല്ലോ. എന്തുകൊണ്ട് പറയാതെ? അവിടെയാണ് കള്ളക്കളി. പിന്നെ നിങ്ങൾ നോക്കുക, ഇന്ത്യയിലെ എല്ലാ മാധ്യമങ്ങളിലും എല്ലാ തിങ്ക് ടാങ്കുകളിലും ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ BJPയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ അംഗങ്ങളായിട്ടുള്ള വിവേകാനന്ദ ഫൗണ്ടേഷൻ ഉൾപ്പെടെ ഇവരുടെ എല്ലാ ചർച്ചകളിലും സംവാദങ്ങളിലും ഡീലിമിറ്റേഷൻ ഒരു പ്രധാനപ്പെട്ട വിഷയമാണ്. ഇപ്പോൾ ഇതിൻ്റെ എൻ്റെ സ്നേഹിതം ഒരു കണക്ക് പറഞ്ഞു. ആ കണക്ക് വളരെ വ്യക്തമാണ്. അതായത് ഇപ്പം ഈ ഒരു വോട്ട്, ഒരു പൗരൻ ഒരു വോട്ട് തുല്യത എന്നുള്ള ഒരു സങ്കല്പമാണ് ജനാധിപത്യത്തിൻ്റെ അടിസ്ഥാനമെന്ന് അടിവരയിടുമ്പോൾ സ്വാഭാവികമായിട്ടും കേരളത്തിനും തമിഴ്നാട്ടിനും പ്രഹരമേൽക്കും. അതുകൊണ്ട് ആ ആശങ്ക ഒരു മലയാളി എന്ന നിലയിൽ ദക്ഷിണേന്ത്യക്കാരെന്നതിൽ ഞാൻ പ്രകടിപ്പിക്കണ്ടേ? അത് രാഷ്ട്രീയമല്ല. ഇനി ഒന്നും കൂടി എൻ്റെ ജയേന്ദ്ര മാഷ് മനസ്സിലാക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ, 2001 ഞാനന്ന് ഡൽഹിയിലുണ്ട്, ആ ഡിബേറ്റുകൾ മുഴുവൻ കണ്ടതാണ്. അന്ന് ഈ പറഞ്ഞ പോലെ അതായത് ഉപപ്രധാനമന്ത്രിയായിരുന്ന LK അദ്വാനിയുടെയും പ്രധാനമന്ത്രിയായിരുന്ന വാജ്പേയിയുടെയും ഇത് സംബന്ധിച്ചുള്ള പ്രതികരണങ്ങൾ ശ്രദ്ധിക്കുക. ഇതേക്കുറിച്ച് ആശങ്ക വന്നപ്പോൾ ആദ്യത്തെ ആശങ്കയോട് പ്രതികരിച്ചുകൊണ്ട് പ്രധാനമന്ത്രിയും ഉപപ്രധാനമന്ത്രിയും പറഞ്ഞു, അതായത് നാഷണൽ പോപ്പുലേഷൻ പോളിസി നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ ശിക്ഷിക്കുന്ന ഒരു പ്രശ്നം ഉദിക്കുന്നില്ല, അവരോട് അനീതി കാണിക്കില്ല, അതുകൊണ്ട് ഞങ്ങൾ ഫ്രീസ് ചെയ്യുമെന്ന് അസന്നിഗ്ധമായിട്ട് അവർ പറഞ്ഞു. എന്തുകൊണ്ട് അസന്നിഗ്ധമായിട്ട് ഒരു പ്രതികരണം നമ്മുടെ കേന്ദ്ര സർക്കാരിൽ നിന്നുണ്ടാകുന്നില്ല? ഒന്നും കൂടി ശ്രദ്ധിക്കുക. അതായത് ഇതുപോലൊരു രാജ്യം നിലനിൽക്കണമെങ്കിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ യൂണിറ്റി സാധ്യമാകണമെങ്കിൽ 3 പ്രധാനപ്പെട്ട ചേരുവകൾ വേണം. ഇത് ലോകം അംഗീകരിച്ച ചേരുവകളാണ്. അതായത് നമ്മുടെ രാജ്യത്തിന് ജനാധിപത്യം വേണം, നമ്മുടെ രാജ്യത്തിന് ഫെഡറലിസം വേണം, നമ്മുടെ രാജ്യത്തിന് സെക്യുലറിസം വേണം. ഈ 3 നിബന്ധനകളുടെ അടിസ്ഥാനപ്പെടുത്തി മാത്രമേ നമ്മുടെ രാജ്യത്തിൻ്റെ ഐക്യം സാധ്യമാകുകയുള്ളൂ. അപ്പോൾ ഏതെങ്കിലും ഒരു മേഖലയിൽ പോറലേക്കുമ്പോൾ നമ്മൾ പിന്നോട്ട് പോകും, അത് മനസ്സിലാക്കുക. പ്രത്യേകിച്ച് ഇനി ഹിന്ദിയെക്കുറിച്ച് പറഞ്ഞു ജയേന്ദ്ര മാഷ്, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അത് ഞാൻ ഇത് രാഷ്ട്രീയമല്ല പറഞ്ഞേ, ഞാൻ സ്ഥിരമായിട്ട് ഈ പറഞ്ഞ ഓൺലൈനിലൂടെ ഈ അനന്തപുരി FM കേൾക്കുന്ന ഒരാളായിരുന്നു. ഒരു കാലഘട്ടത്തിലും ഈ അനന്തപുരി FM സ്റ്റേഷൻ ഉണ്ടായ ശേഷം അതിൽ ഹിന്ദിയും സംസ്കൃതവും ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ നോക്ക്, നിങ്ങൾ കേരളത്തിലെ ഒരു പ്രാദേശിക FM സ്റ്റേഷൻ്റെ ഉള്ളടക്കത്തിൽ പോലും സംസ്കൃതവും ഹിന്ദിയും നിങ്ങൾ സന്നിവേശിപ്പിച്ചു. സംസ്കൃത വാർത്ത, അതായത് തിരുവനന്തപുരത്തെ ആൾക്കാർ ശ്രവിക്കുന്ന FM സ്റ്റേഷനിൽ, ആകാശവാണി FM സ്റ്റേഷനിലേക്ക് നിങ്ങൾ സംസ്കൃതം വാർത്തയും ഹിന്ദി വാർത്തയും അടിച്ചേൽപ്പിച്ചു. എത്ര ബോധപൂർവമായിട്ടാണ് നിങ്ങൾ ഈ പറയുന്ന നിങ്ങളുടെ ഉത്തരേന്ത്യയുടെ ഹെജിമണി ആധിപത്യം നമ്മുടെ ദക്ഷിണേന്ത്യയിൽ ചുമത്തുന്നത്? ഒരു FM സ്റ്റേഷനെ പോലും നിങ്ങൾ വെറുതെ വിടാൻ തയ്യാറല്ല. നിങ്ങളെ എനിക്ക് ഒന്നും കൂടി പറയാം, ഒറ്റ കാര്യം കൂടി ഞാൻ തീർക്കാം. അതായത് എനിക്ക് നരേന്ദ്രമോദി എന്നുള്ള ഒരു ഭരണകർത്താവിൻ്റെ 2014 വരെയുള്ള ഫെഡറൽ നിലപാടിനോട് എനിക്ക് യോജിപ്പുണ്ട്. എന്താ കാരണം എന്ന് വെച്ചാൽ, ഇന്ന് എല്ലാ സംസ്ഥാനങ്ങളും പൊരുതുന്ന ഒരു കാര്യം ഈ UGCൻ്റെ ഗൈഡ് ലൈൻസാണ്. 2013 ഈ നരേന്ദ്രമോദി ഗുജറാത്തിൽ മുഖ്യമന്ത്രി ആയിരിക്കുമ്പോഴല്ലേ ഗുജറാത്ത് യൂണിവേഴ്സിറ്റീസ് ലോ അമെൻഡ്മെൻറ്റ് ഭേദഗതി കൊണ്ടുവന്ന്? എന്തിനായിരുന്നു? ഗവർണർമാരെ യൂണിവേഴ്സിറ്റിയുടെ ചാൻസലർഷിപ്പിൽ നിന്ന് മാറ്റാൻ വേണ്ടിയുള്ളതായിരുന്നു ആ ബില്ല്. ഇന്ന് നിങ്ങൾ അത്തരം ബില്ലുകൾ ഏതെങ്കിലും നിയമസഭ പാസ്സാക്കാൻ നിങ്ങൾ അംഗീകരിച്ചു കൊടുക്കുന്നുണ്ടോ? അപ്പോൾ നിങ്ങൾ മുഖ്യമന്ത്രി ആയിരുന്നപ്പോൾ നിങ്ങൾക്ക് ഇതൊക്കെ വേണം, ഫെഡറലിസം വേണം. നിങ്ങൾ കേന്ദ്രത്തിൽ വന്നപ്പോൾ അങ്ങ് ദീർഘമാണ് സംസാരിച്ചത്. തികച്ചും സാങ്കേതികമായ കാര്യങ്ങൾ കൊണ്ട് അത് കൃത്യമായി പ്രേക്ഷകർ കൂടി മനസ്സിലാകട്ടെ എന്ന് വിചാരിച്ചാണ് ഞാൻ ഇടപെടാതെ പോയത്. ഇടവേള അനിവാര്യമാണ് ചർച്ചയിലേക്ക് വേണ്ടി. ശ്രീ TP ജയേന്ദ്ര മാസ്റ്റർ, ഇപ്പോൾ നമ്മൾ മണ്ഡല പുനർനിർണയം അത് കുറേ കാലത്തേക്ക് വേണ്ടതില്ല എന്ന് ഭരണഘടനാ ഭേദഗതിയിലൂടെ തീരുമാനമെടുക്കുന്ന സമയത്ത് അതിന് നമുക്കൊരു ലക്ഷ്യമുണ്ട് അല്ലേ? ഒരു രാജ്യം എന്ന നിലയ്ക്ക് ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണം അടക്കമുള്ള കാര്യങ്ങൾ അത് തുല്യത വരേണ്ടതുണ്ട്. 2025-26 കൂടി അതിലൊരു
തുല്യതയുണ്ടാകുമെന്ന കണക്കുകൂട്ടലിന്റെ പേരിലാണ് ഈ പറയുന്ന ഭരണഘടനാ ഭേദഗതി കാലപരിധി അങ്ങനെ 2026 എന്ന നിലയ്ക്ക് തീരുമാനിക്കുന്നത് ഭേദഗതിയിലൂടെ. നമ്മളത് സ്വാംശീകരിച്ചിട്ടുണ്ടോ? ഈ തുല്യ ജനസംഖ്യാ അനുപാതം ഉണ്ടാകും എന്നു കരുതി നമ്മൾ നടത്തിയ ഭരണഘടനാ ഭേദഗതിക്ക് നിദാനമായ ലക്ഷ്യങ്ങൾ നമ്മൾ നേടിയെടുത്തിട്ടുണ്ടോ? മാധു, നമുക്ക് നേടാൻ കഴിഞ്ഞില്ല. കഴിഞ്ഞ കാല രാഷ്ട്രീയ നേതൃത്വം ഈ രാജ്യത്തോടോ ഈ രാജ്യത്തിൻ്റെ ഭരണഘടനയോടോ ഈ രാജ്യത്തിലെ ജനക്ഷേമത്തിനോ ഒരു പ്രാധാന്യവും കൊടുക്കാതെ അവർ അവരുടെ അവസരത്തിന് കേവലം കക്ഷി രാഷ്ട്രീയത്തിന് അനുകൂലമായി പ്രവർത്തിച്ചു. നോക്കൂ, എൻ്റെ സുഹൃത്ത് MP ഇടയ്ക്കിടയ്ക്ക് മാർക്ക് ആൻ്റണിയുടെ പ്രസംഗത്തെ അനുസ്മരിപ്പിക്കുന്ന രൂപത്തിൽ യെറ്റ് ബ്രൂട്ടസ് ഈസ് ആൻ ഓണറബിൾ മാൻ എന്ന് അദ്ദേഹം ഇങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. നോക്കൂ, ഈ സത്യത്തിൽ രാജ്യത്തിൻ്റെ ഐക്യം, രാജ്യത്തിൻ്റെ അഖണ്ഡത എന്നൊക്കെ പറയുന്ന ഒരു മാനസികാവസ്ഥയല്ലേ? ഇന്ത്യ രാജ്യത്തെ ജനങ്ങളെ തെക്കായും വടക്കായും വിഭജിക്കണമെന്നും കട്ടിംഗ് ദ സൗത്ത് ആകണമെന്നും ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഇത്തരം വേദികളിൽ പോലും കുത്തിവെക്കാൻ ശ്രമിക്കുകയും ഞാൻ രാഷ്ട്രീയമല്ല എന്ന് പറയുന്നത് ഞാൻ എൻ്റെ കൊച്ചു നാളുകൾ മുതൽ കേട്ടിട്ടുണ്ട്. മലയാളത്തിലെ വാർത്ത തുറന്നു വെക്കുമ്പോൾ സംസ്കൃത വാർത്തയും താങ്കൾ ഈ പറഞ്ഞ ഹിന്ദി വാർത്തയും. സർ, എൻ്റെ ഓർമ്മ കാലത്തെ പ്രാദേശിക വാർത്തയുടെ തൊട്ടു മുമ്പ് ഞാൻ ദിവസവും ഇത് സമ്പ്രതി വാർത്ത ഹഷൂയം താം എന്ന് കേട്ടുകൊണ്ടാണ് ഞാൻ വളർന്നത്. നോക്കൂ, ഇന്നലെ വരെ അത് സത്യമാവുകയും ആത്യന്തികമായിട്ട് എനിക്ക് തോന്നുന്നു. അല്ല ഞാൻ പറഞ്ഞോട്ടെ ബിട്ടാസ്, ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ. താങ്കൾ ഇങ്ങനെ അസ്വസ്ഥനാവില്ല. ഞാൻ രാഷ്ട്രീയത്തിന് അപ്പുറത്തേക്ക് പറയാൻ ആഗ്രഹിക്കുന്നത് ഈ രാജ്യത്തിന് വളരെ കൃത്യമായുള്ള അജണ്ടയും കാര്യങ്ങളും സെറ്റ് ചെയ്തുകൊണ്ട് 10-25 വർഷം നമ്മൾ മാറ്റിവെച്ചു. ഇനി താങ്കൾ പറഞ്ഞു, ഞാൻ പറയുന്നത് രാഷ്ട്രീയമല്ല സർ. 2001 അദ്വാനിയുടെ പ്രസംഗം കേട്ട് കോരിത്തരിച്ച താങ്കളോട് ഞാൻ ഒരു ചോദ്യം ചോദിക്കട്ടെ, ശിക്ഷിക്കപ്പെട്ടത് ആരാണ്? 2009 നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു നിയമസഭ പുനഃസംഘടന നടന്നത് ബ്രിട്ടാസിന് അറിയാമോ? എൻ്റെ നേരത്തെ യൂറോപ്യൻ രാജ്യങ്ങളിൽ പടക്കുന്ന മാതൃകയാക്കണമെന്ന് പറയുന്ന അനിൽ ബോസിന് അറിയാമോ? നോക്കൂ, പത്തനംതിട്ടയിൽ അവർ ഈ രാജ്യത്തിൻ്റെ നിയമം പാലിച്ചതിൻ്റെ പേരിൽ പത്തനംതിട്ടയിൽ ഒരു നിയമസഭാ സീറ്റ് കുറഞ്ഞു. എൻ്റെ ഓർമ്മ കല്ലൂപ്പാറ എന്ന് പറയുന്ന നിയമസഭാ മണ്ഡലം അവിടെ കുറഞ്ഞു. നോക്കൂ, കോട്ടയത്തെ വാഴൂർ അസംബ്ലി മണ്ഡലം ഇല്ലാതായി. ആലപ്പുഴയിലെ അസംബ്ലി മണ്ഡലം കുറഞ്ഞു. കൊല്ലത്ത് കുറഞ്ഞു. മാധു, ഏതെങ്കിലും ഒരു രാഷ്ട്രീയക്കാരൻ വന്നിട്ട് അതിൻ്റെ പേരിൽ ആ മണ്ഡലത്തെ ആ ജില്ലയെ ശിക്ഷിച്ചു എന്ന് പറഞ്ഞിട്ടുണ്ടോ? മലപ്പുറത്ത് 4 സീറ്റ് കൂടി. കോഴിക്കോട്ട്, ഞാൻ ജീവിക്കുന്ന കോഴിക്കോട്ട് ഞാൻ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് മത്സരിച്ച എലത്തൂർ മണ്ഡലം അധികമായിട്ടുണ്ടായി. കണ്ണൂരിലെ നിയമസഭാ മണ്ഡലം കല്യാശ്ശേരി ഉണ്ടായി. എന്തേ ഈ രാജ്യത്തെ ഏതെങ്കിലും രാഷ്ട്രീയക്കാരൻ വന്നിട്ട് ഈ 3 ജില്ലകൾ, മലബാറിലെ ചില ജില്ലകൾ ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കാത്തതിന് അവരെ അവാർഡ് ചെയ്തു എന്നും ആലപ്പുഴയും പത്തനംതിട്ടയും കോട്ടയവും കൊല്ലവും ജനസംഖ്യ നടപ്പിലാക്കിയതിൻ്റെ പേരിൽ അവരെ ശിക്ഷിച്ചു എന്ന് വിലപിച്ചിട്ടുണ്ടോ? അതങ്ങനെയല്ല നമുക്ക് കാണേണ്ടത്. അത് ഈ രാജ്യം നിലവിലുണ്ടായിരുന്ന സംവിധാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ചില ക്രമീകരണങ്ങൾ വരുത്തി. നോക്കൂ, ഇത് പറയുമ്പോൾ നമ്മൾ എന്തുകൊണ്ടാണ് കട്ടിംഗ് സൗത്ത് വേറെ നോർത്ത് വേറെ എന്ന ചിന്താഗതി ആത്യന്തികമായിട്ട് അത് എത്തുന്നത് ഭാരതം എന്ന സങ്കല്പത്തിന് ഒരുമിച്ച് നിൽക്കാനുള്ള നമ്മുടെ കഴിവുകളല്ലേ? മാത്രമല്ല, ഇവിടെ സത്യത്തിൽ നമ്മൾ വായന വരാതെ എന്തൊക്കെ രാഷ്ട്രീയം പറഞ്ഞാലും ആത്യന്തികമായിട്ട് ഇവിടെ ഉണ്ടാകുന്ന വിഷയം എന്താണ്? സമാജ്വാദി പാർട്ടിയും RJDയും ഈ പരിപാടിയിൽ പങ്കെടുത്തില്ല. ഞാൻ ചില പേരുകൾ പറഞ്ഞു, ക്ഷണിച്ച ചിലർ വന്നില്ല. എന്താ കാരണം? ആ സംസ്ഥാനങ്ങളിൽ അവരിത് ആഗ്രഹിക്കുന്നു. അത് നടക്കുമോ എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. ഇനി നമുക്കൊക്കെ പറയാനുള്ളത്, ഈ രാജ്യത്ത് നിലവിലുണ്ടായിരുന്ന സംവിധാനങ്ങൾക്ക് പുനഃക്രമീകരണം ആവശ്യമുണ്ടെങ്കിൽ അതിന് ഈ രാജ്യം മുന്നോട്ട് വെച്ച സംവിധാനങ്ങളിലൂടെ നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട്. നോർത്ത് വേറെ സൗത്ത് വേറെ മലയാളി വേറെ എന്ന് പറയുമ്പോഴും ഭാഷ പോലും നിങ്ങൾ നോക്കൂ. ഒരു ഭാഷ പഠിക്കുന്നത് ഗുണമാണോ ദോഷമാണോ? ത്രിഭാഷാ പദ്ധതി ഏതെങ്കിലും കാലഘട്ടത്തിൽ കൊണ്ടത് ഇന്ത്യ രാജ്യത്തിൻ്റെ ദേശീയ ഐക്യത്തിനും അഖണ്ഡതയ്ക്കും വിഘാതമുണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിൽ പോലും അതിൽ നിന്ന് പിന്തുണ കിട്ടാത്തത്? തമിഴിനും ഇംഗ്ലീഷിനുമൊപ്പം മറ്റൊരു ദക്ഷിണേന്ത്യൻ ഭാഷയും ഒരു ഇന്ത്യൻ ഭാഷയും കൂടെ പഠിക്കുന്നത് കൊണ്ട് വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എനിക്ക് ഒരൊറ്റ കാര്യത്തിലൂടെ മറുപടി നൽകണം. ഇപ്പോൾ 3ാം വട്ടം ഭരിക്കുന്ന ഒരു സർക്കാരിന് മുൻകാല സർക്കാരുകളെ എന്തെങ്കിലും തരത്തിലുള്ള പുരോഗതിയുടെയോ അല്ലെങ്കിൽ പുരോഗതി അവിടെ നിൽക്കട്ടെ, പുരോഗതി ശരിയാണ്, അത് കാലികമായി വരേണ്ടത്, നയത്തിന്റെ തീരുമാനത്തിൽ കുറ്റപ്പെടുത്താനുള്ള ഒരു സാധ്യത അവശേഷിക്കുന്നുണ്ടോ എന്നുള്ളത് ഒന്നാമത്തേത്. പിന്നെ അദ്ദേഹം നേരത്തെ അടൽ ബിഹാരി വാജ്പേയിയെ കുറിച്ചും LK അദ്വാനിയെ കുറിച്ചും പറഞ്ഞു, ആര് പരാജയപ്പെട്ടാലും ആരുടെ രാഷ്ട്രീയ പരാജയത്തിന്റെ പേരിലാണെങ്കിലും നിലവിലുള്ള സർക്കാരിന് അവരാണല്ലോ ചിന്തിക്കേണ്ടത്. നമ്മൾ ഈ ഭേദഗതിയിലൂടെ തീരുമാനിച്ച ഒരു കാലപരിധിക്കുള്ളിൽ ആ മൂല്യങ്ങൾ സ്വാംശീകരിച്ചിട്ടുണ്ടോ? ഇനി നമുക്ക് അതിൽ നിന്ന് വ്യതിചലിക്കാമോ എന്ന നയപരമായ തീരുമാനം ഈ സർക്കാരിൽ എടുക്കേണ്ടത്. ഈ സർക്കാർ അത് എടുക്കാൻ നേരത്ത്
അങ്ങനെ ഒരു ലക്ഷ്യം പൂർത്തീകരിച്ചു എന്ന ബോധ്യം വന്നിട്ടുണ്ടോ? മാധു, 6 പതിറ്റാണ്ട് ഇന്ത്യ രാജ്യത്തിൻ്റെ ഭരണഘടനയും മൂല്യങ്ങളും സംരക്ഷിച്ച് ജനങ്ങളെ സേവിച്ചവർ ഈ രാജ്യത്തോട് ചെയ്ത വഞ്ചന തിരിച്ചറിഞ്ഞുകൊണ്ട് അവർക്ക് വിഭിന്നമായ ഒരു ഭരണം ഇന്ത്യ രാജ്യത്ത് വേണമെന്ന അംഗീകാരമാണ്. അതിനുശേഷവും രാജ്യം നടന്ന തെരഞ്ഞെടുപ്പുകൾ ഒരു രാഷ്ട്രീയപ്പെട്ട പ്രവർത്തനത്തെ മാറ്റിവരയ്ക്കാനുള്ള ഉരകല്ലാണ്. ഈ വിമർശനങ്ങൾ എത്തുന്നത് എവിടെയാണ്? അവരുടെ ആശയം പരാജയപ്പെടുമ്പോൾ മാധു, ഈ വിമർശനങ്ങൾ ഉയർന്നു വരുന്നു. നോക്കൂ, ഇന്ന് ഒമർ അബ്ദുള്ള പറയുന്നു, ഈ ഇന്ത്യ സഖ്യത്തോട് പറയുന്നു, നമ്മൾ തോൽക്കുമ്പോൾ നമ്മൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനെ കുറിച്ച് കുറ്റം പറഞ്ഞു തുടങ്ങുന്നു. സത്യത്തിൽ അത് ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ്റെ കുഴപ്പമല്ല. തങ്ങളെ ജനം കൈയൊഴിയുമ്പോൾ നമ്മൾ ഈ രാജ്യത്തിൻ്റെ സംവിധാനത്തെയും പുരോഗതിയെയാണ് കുറ്റപ്പെടുത്തുന്നത്. ശശി തരൂർ പറയുന്നു, എൻ്റെ മനസ്സിലെ രാഷ്ട്രീയം വെച്ച് ഞാൻ ഇന്നലെ വരെ പലതും പറഞ്ഞത് തെറ്റായിപ്പോയി എന്ന് എനിക്ക് തോന്നുന്നു. ഇനി അത് കൊടുത്തൊരു ചോദ്യം കൂടെ, മയത്തിൽ ഉണ്ടാകുന്ന ഒരു മാറ്റത്തെക്കുറിച്ച് നമ്മൾ അറിയണം. നോക്കൂ, GST കൗൺസിൽ ബ്രിട്ടാസ് ഇരിക്കുന്നുണ്ടല്ലോ, അനിൽ ബോസ് ഇരിക്കുന്നുണ്ടല്ലോ, വലിയ മാറ്റമാണ് GSTയിൽ വന്നത്. ഞാൻ ചോദിക്കട്ടെ, GST കൗൺസിൽ ഇന്നേ വരെ ഏതെങ്കിലും ഒരു നിയമം ഭൂരിപക്ഷത്തിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനിച്ചിട്ടുണ്ടോ? യുനാനിമസ് ആയിട്ടല്ലാതെ, ഈ ആളുകൾക്ക് മുഴുവൻ സ്വീകാര്യമായിട്ടല്ലാതെ ഏതെങ്കിലും ഒരു നിയമപരിഷ്കാരം ഉണ്ടായിട്ടുണ്ടോ? എന്തുകൊണ്ടാണ്? ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയം മാത്രമല്ല മാധു, ഈ രാജ്യത്തിലെ ജനത അവരുടെ പ്രവർത്തനങ്ങളെ വിലയിരുത്തുമ്പോൾ 6 പതിറ്റാണ്ട് നഷ്ടപ്പെട്ടതിനെക്കുറിച്ചും രാജ്യത്തുണ്ടായ ചില മാറ്റങ്ങളെക്കുറിച്ചും നിങ്ങൾ എന്ത് GST നഷ്ടപരിഹാരം 5 വർഷം കൂടി നീട്ടണമെന്ന ആവശ്യമൊക്കെ കേരളം അടക്കമുള്ള സംസ്ഥാനങ്ങൾ ആവശ്യപ്പെട്ടിരുന്നു എന്ന കാര്യം അങ്ങേക്കും അറിയാവുന്ന കാര്യമാണ്. മാധു, ഒരു മാർക്സിസ്റ്റ് ആവരുത്. അത് വളരെ കൃത്യമായിട്ട് GST പരിധിയുടെ കാര്യം ആ നിയമം നടപ്പിലാക്കിയ കാലത്ത് കൃത്യമായിട്ട് പറഞ്ഞതാണ്. അഭിപ്രായം ഏകകണ്ഠമായി മാത്രമേ നടപ്പിലാക്കിയിട്ടുള്ളൂ എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചതേ ഉള്ളൂ. അതിന് മാധു മാർക്സിസ്റ്റ് ആയതൊന്നുമല്ല. അതവിടെ നിൽക്കട്ടെ. ഇനി ഈ പറയുന്ന നേരത്തെ LK അദ്വാനിയുടെ കാര്യം, വാജ്പേയിയുടെ കാര്യം ഒക്കെ പറഞ്ഞു. അപ്പൊ അവരൊക്കെ അന്ന് UPയുടെ ഭരണപരിഷ്കാരം എന്ന നിലയ്ക്കല്ല ആ ആശങ്കയെ കണ്ടത്. അത് കേന്ദ്ര സർക്കാരിന്റെ നയമനുസരിച്ച്, കേന്ദ്ര സർക്കാരിന്റെ നിയമരൂപീകരണം അനുസരിച്ച് മുന്നോട്ട് പോകുന്ന സംസ്ഥാനങ്ങൾ ശിക്ഷിക്കപ്പെടുന്ന ആശങ്ക, അതേ ആശങ്ക ഇപ്പോഴും വരുത്തുമ്പോൾ എങ്ങനെയാണത് രാഷ്ട്രീയം എന്ന് പറയുന്നതെന്ന് എനിക്ക് ശരി അങ്ങ് വിശദീകരിക്കാൻ ശ്രമിക്കുന്നു. ശരി, ഞാൻ എങ്കിലേക്ക് വരാം. ശ്രീ അനിൽ ബോസ്, ഇപ്പോ ഇതിൽ കേന്ദ്ര സർക്കാർ ആവർത്തിച്ച് പറഞ്ഞൊരു കാര്യം, ശ്രീ ജോൺ ബ്രിട്ടാസ് അടക്കമുള്ളവർ നേരത്തെ ഈ ചർച്ചയുടെ തുടക്കത്തിലൊക്കെ പറഞ്ഞൊരു കാര്യമാണ്. ഇപ്പോൾ ഒരു വോട്ട് ഒറ്റ മൂല്യം എന്ന നിലയ്ക്ക് അത് മാത്രമല്ല, ഭരണഘടന തന്നെ അത് വ്യക്തമാക്കുന്നുമുണ്ട്. ഈ കാര്യത്തിൽ നിയമനിർമ്മാണത്തിനടക്കം അധികാരം പാർലമെന്റിനാണ്. 327 അനുച്ഛേദം കൃത്യമായി പറഞ്ഞു വെക്കുന്നുണ്ട്. ലിമിറ്റേഷൻ കമ്മീഷൻ വർഷാവർഷങ്ങളിൽ ഉണ്ടായിട്ടുണ്ട്. ആദ്യത്തെ 3 കമ്മീഷനുകളൊക്കെ കൃത്യമായി അതനുസരിച്ച് പ്രവർത്തിച്ചു വന്നതും ഒക്കെയാണ്. ഇപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞു, 25 കോടി ജനസംഖ്യയുള്ള UPയിൽ 27 ലക്ഷം പേരുടെ വോട്ടിന്, കേരളത്തിലെ ഒരു 3.5 കോടി ജനസംഖ്യ വരുമ്പോൾ 7 ലക്ഷം പേരുടെ വോട്ടിന്റെ ഒരേ മൂല്യമാവുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് ഭൂഷണമല്ല എന്നൊറ്റ കാര്യം. ഇത് കോടതിയിലേക്ക് പോയാൽ പോലും അങ്ങനെയൊന്നും സാധ്യമാണോ എന്നുള്ളത് മറ്റൊരു കാര്യം. എന്നിരുന്നാൽ പോലും അത് അങ്ങനെ തന്നെ പരിഗണിക്കപ്പെടില്ലേ? മുന്നോട്ട് പോക്കുണ്ടാകുമോ? നമുക്ക് കാണാൻ കഴിയുമല്ലോ, ഈ 42, 84, 87 ഭരണഘടനാ ഭേദഗതികൾ കൊണ്ടുവന്ന എന്തിനാ? ഈ പറയുന്ന ജനസംഖ്യാ നിയന്ത്രണം നടപ്പിലാക്കിയ സംസ്ഥാനങ്ങളെ പരിരക്ഷിക്കാൻ വേണ്ടി കൊണ്ടുവന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതികളാണ്. അപ്പോൾ ആ നിലയിൽ ഇത്തരമൊരു ഡീലിമിറ്റേഷൻ കാര്യങ്ങളിലേക്ക് പോകുമ്പോൾ ഓരോ സംസ്ഥാനത്തിൻ്റെ ആശങ്കകൾ പരിഹരിക്കാനുള്ള സുതാര്യമായ ചർച്ചകളുണ്ടാണ്. ഇപ്പം ഈ ചർച്ചയിൽ പങ്കെടുത്തുകൊണ്ട് BJP പ്രതിനിധി പറയുന്നത് നമ്മളെന്തോ BJPക്കെതിരെ പറയാൻ പോകുന്നു, BJPയെ രാഷ്ട്രീയമായി എതിർക്കുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങൾ അഭിപ്രായം പറയുന്നത് എന്നുള്ള നിലയിലാണ് അദ്ദേഹം വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുന്നത്. BJPയെ സംബന്ധിച്ചിടത്തോളം പൗരത്വ നിയമം എടുത്താൽ, കർഷക നിയമം എടുത്താൽ, അതുപോലെ കാശ്മീർ അധികാരങ്ങൾ എടുത്തു മാറ്റി, ഇതൊക്കെ അപ്പം ചുടുന്ന പോലെ ചെയ്തവരാണ്. അപ്പോൾ പാർലമെൻറ്റിൽ സുതാര്യമായ ചർച്ച നടത്തിയിട്ടൊന്നുമല്ല ഇവരൊരു തീരുമാനങ്ങൾ എടുത്തിട്ടുള്ളത്. പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പോലും കാണാത്ത എത്രയോ നിയമപരമായ നടപടിക്രമങ്ങൾ നടത്തിയെടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. സുതാര്യമായ ചർച്ചയില്ലാതെ പാർലമെൻറ്റിനകത്ത് ഹാജരാകാത്ത MP-മാരെ പോലും പുറത്താക്കിക്കൊണ്ട്, അന്നേ ദിവസം ഹാജരായി എന്ന് ധരിച്ച് വശായി അവരെ പുറത്താക്കിക്കൊണ്ട് തീരുമാനങ്ങൾ എടുക്കുന്ന ഒരു ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇവരെന്തും ചെയ്യും, ഭൂരിപക്ഷമുള്ളത് കൊണ്ട് എന്തും ചെയ്യും. പിന്നെ ഇന്ത്യ കണ്ടുപിടിച്ചത് 14 വർഷം കൊണ്ട്, അല്ലെ 10 വർഷം കൊണ്ടാണല്ലോ. ഇന്ത്യ ഉണ്ടായത് 10 വർഷം കൊണ്ടുണ്ടായല്ലോ. 60 വർഷം കൊണ്ട് ഇവിടെ ഒന്നും ഉണ്ടായില്ല. ഒന്നാമത് നമ്മൾ ഈ ചർച്ചയിൽ സ്ഥിരമായി രാഷ്ട്രീയ ആരോപണം ഉന്നയിക്കരുത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം രൂപപ്പെടുമ്പോഴുള്ള നമ്മുടെ സാമ്പത്തിക അവസ്ഥ, നമ്മുടെ ജീവിതാവസ്ഥ, നമ്മുടെ എല്ലാ അടിസ്ഥാന സൗകര്യ വികസനങ്ങളും നമ്മളെടുത്ത് ചർച്ച ചെയ്ത് നോക്കിയാൽ എത്രയോ പുരോഗതി ഉണ്ടായിട്ട് നമ്മളത് ഓരോ ചർച്ചയിലും വന്നിരുന്ന് പറയേണ്ട കാര്യമുള്ളൂ. ഇന്ത്യയാക്കി മാറ്റിയതിൽ ഇന്ത്യ ഭരിച്ച ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ പങ്കിനെ ആർക്കെങ്കിലും തള്ളിക്കളയാൻ കഴിയുന്നതാണോ? ഇവരെ BJP ഏതൊരു ചർച്ചയിൽ പറഞ്ഞാലും കഴിഞ്ഞ 10 വർഷം കൊണ്ടെങ്ങാണ്ടാണ് ഈ ഇന്ത്യ ഉണ്ടായെന്ന്. പിന്നെ അയോധ്യയിൽ രാമക്ഷേത്രം വന്നതിന് ശേഷം സ്വാതന്ത്ര്യം കിട്ടിയെന്ന് പറയുന്നൊരു പാർട്ടിയെക്കുറിച്ച്
അല്പന്മാർ അർദ്ധരാത്രിക്ക് കുടപിടിക്കുന്ന വികാരമാണ് ഇവർക്കുള്ളത് എന്നറിയാവുന്നത് കൊണ്ട് നമ്മളതിനെയൊക്കെ പുച്ഛിച്ച് തള്ളുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മുടെ പ്രശ്നം എന്താ? നമ്മുടെ പ്രശ്നം, ഞാനിത് ആദ്യത്തെ അവസരം എനിക്ക് കിട്ടിയപ്പോൾ തന്നെ പറഞ്ഞു, ഒരു രാജ്യത്തെ ഗവൺമെൻറ്റിനെ സംബന്ധിച്ചിടത്തോളം ആ ഗവൺമെൻറ്റിന് പിന്നെ ഭരണപരമായി മുന്നോട്ട് പോകാൻ അംഗബലം അനിവാര്യമാണ്, ഭൂരിപക്ഷം അനിവാര്യമാണ്. ആ ഭൂരിപക്ഷം സൃഷ്ടിക്കാൻ വേണ്ടി വളരെ കൃത്യമായ ആസൂത്രണം, അത് ആസൂത്രണം എന്ന് പറയുന്നത് വിശാലമായ ചർച്ചയില്ലാതെ, വിശാലമായ തലത്തിൽ ആലോചിക്കാതെ, ഒരു ജനാധിപത്യ പ്രക്രിയയിൽ ഒരു രാജ്യത്ത് ഇന്നലെ വരെ ഉയർത്തിപ്പിടിച്ച മൂല്യങ്ങളെ ഹിംസിച്ചുകൊണ്ട് നടക്കുന്ന തീരുമാനങ്ങളെയാണ് ഞങ്ങൾ എതിർക്കുന്നത്. ഞാൻ സംസാരിച്ച് വന്നപ്പോൾ UP വിഭജിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഞാൻ ഏതെങ്കിലും ഒരു സംസ്ഥാനം വിഭജിക്കണമെന്ന അർത്ഥത്തിലല്ല, ബ്രിട്ടാസ് തെറ്റിദ്ധരിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. നമ്മൾ കയ്യൂക്കൊള്ളവൻ കാര്യക്കാരൻ എന്ന് പറയുന്ന ഒരു സമീപനത്തിലേക്ക് നമ്മുടെ രാജ്യം പോയാൽ പൊതുവികസനം വരുമ്പോൾ ഒരു രാജ്യത്തെ പൗരന്മാർക്ക് എല്ലാവർക്കും തുല്യമാണല്ലോ വോട്ടവകാശം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു അവസ്ഥയിൽ എല്ലാ വ്യക്തികൾക്കും അവർ താമസിക്കുന്ന പ്രദേശത്തിനും സമഗ്രമായ വികസനത്തിന് ഗുണകരമാകുന്ന നടപടികൾ ഉണ്ടാകേണ്ട സന്ദർഭത്തിൽ അതുണ്ടാകുന്നതിന് ബുദ്ധിമുട്ടുണ്ടാകും. കാരണം ഏറ്റവും കൂടുതൽ പാർലമെൻറ്റ് അംഗങ്ങളുള്ള സംസ്ഥാനം അതേതാണോ ആ സംസ്ഥാനത്തിന് കൂടുതൽ കാര്യശേഷി ഉണ്ടാവും. അവരുടെ സമ്മർദ്ദത്തിന് ഒരു ഗവൺമെൻറ് വിധേയമാകേണ്ടി വരും. അതിന് ഇന്ന പാർട്ടിക്കാണ് ഭൂരിപക്ഷം എന്ന് പറയാൻ നമുക്ക് എഴുതി വയ്ക്കാൻ കഴിയും, നമുക്ക് എഴുതി കൈവയ്ക്കാൻ കഴിയും. പിന്നെ ഇവിടെ ഇലക്ഷൻ തെരഞ്ഞെടുപ്പ് നടത്തുന്നത് ഞങ്ങൾ തോക്കുമ്പോൾ ഇലക്ട്രോണിക് മിഷനെ കുറിച്ച് എന്നൊരു പരാമർശം. ഞങ്ങൾ തോക്കുമ്പോഴല്ല, ഞങ്ങൾ ജയിക്കുമ്പോഴും ഇലക്ട്രോണിക് മിഷനെ കുറിച്ച് ഞങ്ങൾക്ക് ആക്ഷേപമുണ്ട്. രാജ്യത്ത് നിലനിൽക്കുന്ന, ഒരു സെക്കൻഡ് മാധു, രാജ്യത്ത് നിലനിൽക്കുന്ന വ്യവസ്ഥിതി അനുസരിച്ച് ഒരു തെരഞ്ഞെടുപ്പ്, അത് കോർപ്പറേഷൻ തെരഞ്ഞെടുപ്പായാലും നിയമസഭാ തെരഞ്ഞെടുപ്പായാലും പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പായാലും ആ തെരഞ്ഞെടുപ്പിലെ ജയപരാജയങ്ങളെ സംബന്ധിച്ചോ വോട്ടിംഗ് ക്രമക്കേടുകളെ സംബന്ധിച്ചോ ആക്ഷേപം ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പോകാൻ കഴിയുക, ഏതൊരു വ്യക്തിക്കും പോകാൻ കഴിയുക ഇലക്ഷൻ കമ്മീഷൻ മുമ്പാകെയാണ്. അവിടുന്ന് നീതിപൂർവമായ നടപടി ഉണ്ടായില്ലെങ്കിൽ പോകാൻ കഴിയുക സുപ്രീം കോടതിയിലേക്കാണ്. സുപ്രീം കോടതിയിൽ എത്ര കേസ് നടക്കുന്നുണ്ടെന്ന് ഈ ജയചന്ദ്ര മാസ്റ്റർക്ക് അറിയാം. എത്ര വർഷമായി കേസ് നടക്കുന്നുണ്ടെന്ന് അറിയാമോ? കഴിഞ്ഞ 12 വർഷത്തിലേറെയായി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടും ഇലക്ട്രോണിക് മിഷനുമായി ബന്ധപ്പെട്ടും ഇലക്ഷൻ ചട്ട പരിഷ്കരണവുമായി ബന്ധപ്പെട്ടും ഏതാണ്ട് 54ഓളം കേസുകൾ സുപ്രീം കോടതിയിൽ നടക്കുന്നുണ്ട്. ആ കോടതിയിലെ തീരുമാനം വരാത്തത് കൊണ്ട് നിങ്ങൾ ചെയ്യുന്ന പ്രവർത്തികൾക്ക്, അല്ലെങ്കിൽ നിങ്ങൾ പിടിക്കുന്ന മുയലിന് 4 കൊമ്പ് എന്ന സമീപനമാണ് BJP പറയുന്നതെങ്കിൽ അത് അംഗീകരിച്ചു തരാൻ കഴിയില്ല. പിന്നെ ഒരു തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതാണ് ആശയത്തിന്റെ വില നിശ്ചയിക്കുന്നത്, മൂല്യം നിശ്ചയിക്കുന്നത് എങ്കിൽ അതും അംഗീകരിച്ചു തരാൻ കഴിയില്ല. തെരഞ്ഞെടുപ്പിൽ ജയിക്കുന്നതും തോക്കുന്നതൊക്കെ ജനാധിപത്യത്തിൽ സ്വാഭാവികമാണ്. രാജ്യത്ത് നടന്നിട്ടുള്ള 18 തെരഞ്ഞെടുപ്പുകളിൽ 11 തെരഞ്ഞെടുപ്പിൽ ആ നിലയിൽ ഭരിച്ചിട്ടുള്ള ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ ജയിച്ചതിനെ ഹുങ്ക് വെച്ച് ചർച്ച ചെയ്യാൻ പോരല്ലേ. പ്രത്യേകിച്ചും ലോക്സഭാ സീറ്റുകളുടെ കാര്യത്തിൽ പരിമിതിയുടെ പേരിൽ അറിയപ്പെടുന്ന സംസ്ഥാനങ്ങളുടെ ഓരോ ജനങ്ങളും വളരെ കൃത്യമായി അറിയേണ്ടുന്ന ഒരു വിഷയം. അത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തികച്ചും രാഷ്ട്രീയമായ കാര്യങ്ങളിലേക്ക് മാത്രം പോകാതിരിക്കുന്നത് ജനങ്ങളോട് കാണിക്കുന്ന ഒരു നീതിയാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. ശരി, ശ്രീ ജോൺ ബ്രിട്ടാസ്, ഇതിപ്പോൾ നിർണായകമായ യോഗം നടക്കുന്നു, പല സംസ്ഥാനങ്ങളിലും മുഖ്യമന്ത്രിമാർ അതിൽ പങ്കെടുക്കുന്നു, ആശയപ്രചാരണം നടത്തുന്നു. ശരി, ഇതിനേക്കാൾ വലിയ ആശയപ്രചാരണങ്ങൾ നടത്തിയ കാര്യങ്ങൾ വളരെ സിമ്പിളായി, നേരത്തെ ശ്രീ അനിൽ ബോസ് പറഞ്ഞതുപോലെ ഒരു ചർച്ചയും ഇല്ലാതെ പാസ്സായി പോകുന്നത് നമ്മൾ കണ്ടുകൊണ്ടേയിരിക്കുകയാണ്. ഇങ്ങനൊരു തീരുമാനം രാഷ്ട്രീയമായും കൃത്യമായി കേന്ദ്ര സർക്കാർ എടുക്കുകയാണെങ്കിൽ അത് നടപ്പിലാകും എന്നുള്ളതാണ് നമ്മുടെ മുന്നിലൊരു യാഥാർത്ഥ്യം. അവിടെയാണ് ഞാൻ നേരത്തെ ശ്രീ അനിൽ ബോസിനോട് ചോദിച്ചത്. കൃത്യമായി ഭരണഘടന തന്നെ പറഞ്ഞു വെച്ചിട്ടുള്ള കാര്യങ്ങളാണ്, നമുക്ക് ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത ചില കാര്യങ്ങൾ കൂടിയാണ്. മാതൃഭൂമി പത്രത്തിൽ തന്നെ കഴിഞ്ഞ ദിവസം എഴുതപ്പെട്ട ലേഖനങ്ങളിൽ കൃത്യമായി അത് ഇപ്പം യോഗേന്ദ്ര യാദവ് ഒക്കെ പറയുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പറഞ്ഞിട്ടുള്ളത്, ചില കാര്യങ്ങൾ നമ്മുടെ ഭരണഘടനാ ശില്പികൾ ഒക്കെ വളരെ ദീർഘദൃഷ്ടിയുള്ളവരാണ്, പക്ഷെ പിന്നീട് സംഭവിച്ചേക്കാവുന്ന രാഷ്ട്രീയ താല്പര്യങ്ങളെയും സമ്മർദ്ദങ്ങളെയും കൂടി കണ്ടിട്ടുമുണ്ട്. അവിടങ്ങളിലൊക്കെ എപ്പോഴെങ്കിലും ഒക്കെ സംഭവിച്ചേക്കാവുന്ന ചില പ്രവണതകളാണ് ഇതിൻ്റെയൊക്കെ കാരണമായി മാറുന്നത്. അപ്പോൾ എന്താണ് ഇതിൻ്റെ ഭാവി? ഈ ആശയപ്രചാരണത്തിനപ്പുറത്ത് ഇങ്ങനെയൊന്ന് സംഭവിക്കുകയാണ് എങ്കിൽ നോക്കി നിൽക്കേണ്ടി വരില്ലേ? അതായത് നമ്മുടെ ഇന്ത്യൻ ജനാധിപത്യത്തിൻ്റെ ചരിത്രം പരിശോധിച്ചാൽ ഓരോ ഘട്ടങ്ങളിലും ഫെഡറലിസത്തെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒത്തുചേരലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ നമ്മളെല്ലാവരും ചർച്ച ചെയ്യുന്ന സർക്കാരിയ കമ്മീഷൻ എങ്ങനെയാണ് ഉണ്ടായത്? സർക്കാർ കമ്മീഷൻ ഉണ്ടായത് ഒരുപാട് പ്രാദേശിക പാർട്ടികളും പ്രധാനപ്പെട്ട സംസ്ഥാന സർക്കാരുകളും ഒരുമിച്ച് ചേർന്ന് അമിതാധികാര പ്രവണതയ്ക്കെതിരെയുള്ള വലിയൊരു പ്രക്ഷോഭം, അന്ന് രാമകൃഷ്ണ ഹെഗ്ഡെ ഉൾപ്പെടെയുള്ള ആൾക്കാർ, നിങ്ങൾ ശ്രദ്ധിക്കുക, അങ്ങനെ ഒരുപാട് ആൾക്കാരുടെ ഒരു സാന്നിധ്യം കൊണ്ടാണ് അന്ന് അതുപോലുള്ളൊരു ചർച്ച സാധ്യമായത്. അതിന് സമാനമായിട്ടുള്ള ഒരു ഒത്തുചേരലാണ് നടന്നിരിക്കുന്നത്. ഇനി ഇവിടെ ഞാൻ സൂക്ഷ്മമായിട്ട് എൻ്റെ സ്നേഹിതൻ ജയേന്ദ്രൻ മാഷയുടെ പ്രതിപാദനം കേൾക്കുകയായിരുന്നു. അദ്ദേഹം പെട്ടെന്നൊരു വാചകം പറഞ്ഞു. അതായത് നമ്മൾ മുമ്പ്, അതായത് ഈ ഡീലിമിറ്റേഷൻ, മണ്ഡല പുനർനിർണ്ണയം വ്യാപകമായ തോതിൽ
മാറ്റിവെച്ചാൽ ഫ്രീസ് ചെയ്തപ്പോൾ പോലും ഒരു സംസ്ഥാനത്തിൻ്റെ 4 അതിർത്തിക്കുള്ളിൽ അത് അവിടെ ഒരു ഏകീകരണം വരാൻ വേണ്ടിയുള്ളൊരു ക്രമീകരണം നടത്തിയപ്പോൾ നമ്മുടെ ചില സീറ്റുകൾ ചില മേഖലയിൽ നഷ്ടപ്പെട്ട് അപ്പുറത്തേക്ക് പോയില്ലേ? അപ്പോൾ അന്ന് പ്രശ്നമുണ്ടായില്ലല്ലോ. അപ്പോൾ ഇപ്പോൾ യഥാർത്ഥത്തിൽ ഇരുട്ടിൽ പൂച്ചത്തപ്പലല്ല, അദ്ദേഹത്തിൻ്റെ പൂച്ച പുറത്തേക്ക് ചാടി. ഇപ്പോൾ അതായത് അന്നുണ്ടാകാത്ത പ്രശ്നം ഒരു സംസ്ഥാനത്തിന് വെളിയിലേക്ക് സീറ്റുകൾ പോയാൽ നിങ്ങൾ എന്തിനാണ് പേടിക്കുന്നത്? സംസ്ഥാനത്തിന് ഉള്ളിൽ വന്നല്ലോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ നിലപാട് എന്താണെന്നുള്ളത് ഇപ്പോൾ കൃത്യമായല്ലോ. അപ്പോൾ അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ എടുത്തിട്ടില്ല, ചിന്തിച്ചിട്ടില്ല എന്ന് പറഞ്ഞിരുന്ന ജയേന്ദ്രൻ മാസ്റ്റർ ഇപ്പോൾ അറിയാതെ തൻ്റെ കൊട്ടയിൽ നിന്ന് ചാക്കിൽ നിന്ന് പൂച്ചയെ എടുത്ത് പുറത്തേക്ക് ഇട്ട് കഴിഞ്ഞു. എൻ്റെ ജയേന്ദ്രൻ മാസ്റ്ററെ, ഈ ഒരു ക്രമീകരണം കേരളത്തിൽ മാത്രമല്ല നടന്നിട്ടുള്ളത്, എല്ലാ സംസ്ഥാനങ്ങളിലും നടന്നു. ഇതുപോലുള്ള ചെറിയ അഡ്ജസ്റ്റ്മെൻറ്റ്സ് UPക്കുള്ളിൽ നടന്നു, ബീഹാറിനുള്ളിൽ നടന്നു, എല്ലാ സംസ്ഥാനങ്ങളിലുള്ളിൽ നടന്നു. അതുപോലെയല്ല ഇന്ത്യൻ ഭരണഘടനയുടെ അടിസ്ഥാന ശിലയായിട്ടുള്ള ഫെഡറലിസത്തിൻ്റെ അന്തസ്സത്തെ തകർക്കുന്ന ഒരു തീരുമാനത്തെ ആ അഡ്ജസ്റ്റ്മെൻറ്റുമായിട്ട് നിങ്ങൾ താരതമ്യം ചെയ്യരുത് ദയവ് ചെയ്തിട്ട്. അവിടെ എന്തോ ഒരു തകരാറ് നിങ്ങൾക്ക് സംഭവിക്കുന്നുണ്ട് അങ്ങനെ ചെയ്യുമ്പോൾ. ഇനി ഞാനൊരു കാര്യം പറയാം. അതായത് ഞാനീ പറയുന്നതിൽ ചില എന്തുകൊണ്ട് എൻ്റെ സന്ദേഹം, അതായത് 10ാം ഫൈനാൻസ് കമ്മീഷൻ ധനകാര്യ കമ്മീഷൻ്റെ സമയത്ത് കേന്ദ്ര നികുതിയുടെ നമ്മുടെ വിഹിതം, കേരളത്തിൻ്റെ വിഹിതം എന്ന് പറയുന്നത് 3.87%. 15ാം ധനകാര്യ കമ്മീഷൻ വന്നപ്പോൾ ഈ 2011 സെൻസസിൻ്റെ ജനസംഖ്യ ആധാരമാക്കിക്കൊണ്ട് നമ്മുടെ കേന്ദ്രത്തിൽ നിന്ന് കിട്ടേണ്ട വിഹിതം പാതിയായി കുറഞ്ഞു. 3.87 എന്നുള്ളത് 1.925 എന്ന് പറഞ്ഞാൽ നമ്മുടെ ധനകാര്യ സ്വാതന്ത്ര്യം, ധനപരമായ നമ്മുടെ സാന്നിധ്യവും നമുക്ക് കിട്ടേണ്ട വിഭവവും പാതിയായി കുറഞ്ഞതുപോലെ ഇനി രാഷ്ട്രീയമായിട്ട് പോലും നമ്മുടെ പ്രാതിനിധ്യം പകുതിയാകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായാൽ പിന്നെ സംസ്ഥാനങ്ങൾക്ക് പ്രസക്തി ഇരിക്കുന്നു. ഇവിടെ അമേരിക്കയെക്കുറിച്ച് പറഞ്ഞു. എനിക്ക് പറയാനുള്ളത്, അമേരിക്കയിൽ ഉദാഹരണ ചെറുതാണെങ്കിലും വലുതാണെങ്കിലും ആ സംസ്ഥാനത്തിന് തുല്യ പ്രാതിനിധ്യമാണ് അവരുടെ ഉപരിസഭയായിട്ടുള്ള സെനറ്റിലുള്ളത്. ഒരു സംസ്ഥാനത്തിന് 2 പേരാണ് എന്ന് വെച്ചാൽ ഇവിടെ UPയിലുള്ള രാജ്യസഭാ അംഗങ്ങളുടെ എണ്ണം വേറെ ഏതെങ്കിലും സംസ്ഥാനത്തിനുണ്ടോ? ഇല്ല. അപ്പോൾ നിങ്ങൾ അമേരിക്കയിൽ പോലും അവരെ ഈ പറഞ്ഞ പോലെ സംസ്ഥാനങ്ങളുടെ ഐഡൻറ്റിറ്റി, ഇന്ത്യയെപ്പോലെ സാംസ്കാരിക വൈവിധ്യങ്ങൾ അത്ര ഇല്ലെങ്കിൽ പോലും ആ ഒരു ഫെഡറലിസത്തിന്റെ അന്തസ്സത്ത നിലനിർത്താൻ വേണ്ടി അതുപോലുള്ള ക്രമീകരണങ്ങൾ അവർ ചെയ്തു എന്ന് മനസ്സിലാക്കുക. ഇവിടെ ദേശീയ വിഷയമാണെങ്കിലും ദേശീയ രാഷ്ട്രീയ വിഷയമാണെങ്കിലും നമ്മൾ ഇത് ചർച്ച ചെയ്യുന്നത് കേരളത്തിന്റെ ഒരു രാഷ്ട്രീയ താല്പര്യം കൂടി മുൻനിർത്തിക്കൊണ്ടാണല്ലോ. അപ്പോൾ ഏകപക്ഷ BJPക്ക് സ്വാഭാവികമായും ചോദിക്കാൻ കഴിയുന്നൊരു ചോദ്യമാണ് ശ്രീ ടി പി രേന്ദ്ര മാസ്റ്റർ ഉന്നയിക്കുകയും ചെയ്തത്. അപ്പോൾ ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് അങ്ങ് എതിർക്കില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാ രാഷ്ട്രീയ കക്ഷികളും പയറ്റിയിട്ടുള്ള തന്ത്രം തന്നെയാണ്. അധികാരത്തിലിരിക്കുന്ന രാഷ്ട്രീയ പാർട്ടികൾ കൃത്യമായി എല്ലാ കാലത്തും തിരഞ്ഞെടുപ്പുകൾക്ക് മുൻപാകെ കൃത്യമായി പയറ്റിയിട്ടുള്ള ഒരു തന്ത്രം തന്നെയാണ് ഇത് എന്ന് പറയുന്നത്. അപ്പോൾ അത് തിരിച്ചു ചോദിക്കും. പക്ഷെ അത് നേരത്തെ പറഞ്ഞ ഫെഡറൽ ഇംബാലൻസിന് കാരണമാകുന്നില്ല എന്നൊരു കാര്യം കൊണ്ടാണ് ഗൗരവതരമായി ഇപ്പോൾ ചർച്ച ചെയ്യപ്പെടുന്നത്. തീർച്ചയായിട്ടും അതാ ഞാൻ പറഞ്ഞത്. അതായത് ഉദാഹരണം പറഞ്ഞാൽ കോൺഗ്രസിൻ്റെ ഭരണകാലത്ത് ആണ് ആദ്യത്തെ 25 വർഷത്തെ ഫ്രീസ് വന്നത്. രണ്ടാമത്തെ 25 വർഷത്തെ ഫ്രീസ് വന്നത് BJPയുടെ ഭരണകാലത്താണ്. ഇവർക്കൊക്കെ ഉള്ളിൽ ചിലപ്പോൾ ആഗ്രഹങ്ങൾ ഉണ്ടാകാം. പക്ഷേ എങ്കിൽ പോലും വിപുലമായിട്ടുള്ള ദേശീയ താല്പര്യത്തെ മുൻനിർത്തിയിട്ട് 25 വർഷം എന്നുള്ളത് വീണ്ടും 25 വർഷമായിട്ട് ദീർഘിപ്പിച്ചു. അന്ന് സങ്കുചിതമായിട്ടുള്ള രാഷ്ട്രീയം കളിക്കാൻ വേണ്ടി കേന്ദ്രത്തിലെ ഭരണാധികാരികൾ തയ്യാറായില്ല. അന്ന് വേണമെങ്കിൽ കോൺഗ്രസിന് വേണമെങ്കിൽ ഉത്തരേന്ത്യയിൽ സാന്നിധ്യമുള്ള സമയമായിരുന്നു ഈ 76 എന്ന് പറയുന്നത്. അല്ലെങ്കിൽ 2000-ൽ അടൽ ബിഹാരി വാജ്പേയിക്ക് വേണമെങ്കിൽ പ്രത്യേകിച്ച് BJPക്ക് കുറച്ചുകൂടി സാന്നിധ്യമുള്ള സ്ഥലമാണ് ഉത്തരേന്ത്യ. അവർക്ക് വേണമെങ്കിൽ അങ്ങനെ നോക്കാമായിരുന്നു. പക്ഷെ അതിലേക്കൊന്നും പോയില്ല. എന്താ കാരണം? ഈ രാജ്യം ഐക്യത്തോടെ നിലനിൽക്കണ്ടേ? അതായത് എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത് തമിഴ്നാട്ടിലെ അണ്ണ രാജ്യസഭയിൽ 1962 പ്രസംഗിച്ചപ്പോൾ അദ്ദേഹം ഒരു വാക്ക് പറഞ്ഞു, സെൽഫ് ഡിറ്റർമിനേഷനുള്ള സ്വയം നിർണാവകാശം എന്നുള്ളത് ഞങ്ങളുടെ പരമമായിട്ടുള്ള അവകാശമാണെന്ന് പോലും പറഞ്ഞൊരു കാലഘട്ടമുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് നമുക്ക് 3 ദേശീയ വിദ്യാഭ്യാസ നയം വന്നപ്പോൾ എന്തുകൊണ്ടാണ് തമിഴ്നാട്ടിലെ ഹിന്ദി നമ്മൾ അടിച്ചേൽപ്പിക്കാതെ വന്നത്? ആ സംസ്ഥാനത്തിൻ്റെ ആ പ്രതിഷേധവും പ്രതിരോധവും നമ്മൾ കണക്കിലെടുത്തു. ഒരു ഫെഡറൽ തത്വങ്ങളാണ് നമ്മൾ ഉയർത്തിപ്പിടിക്കേണ്ടത്. അതുകൊണ്ട് ഇത്രയും വൈവിധ്യങ്ങളുള്ള രാജ്യത്ത്
ഏതെങ്കിലും ഒരു പ്രത്യേക ഭൂവിഭാഗത്തിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് കൂടുതൽ പ്രാധാന്യം കിട്ടാൻ വേണ്ടിയിട്ട് ഒരു തീരുമാനമെടുക്കുമ്പോൾ അത് നമ്മുടെ രാജ്യത്തിൻ്റെ അഖണ്ഡതയും ഐക്യത്തെയും ദോഷകരമായി ബാധിക്കുമെന്ന് സ്റ്റേറ്റ്സ്മാൻ ആയിട്ടുള്ള രാഷ്ട്രീയക്കാർ ചിന്തിക്കും. ആ ഒരു പദവിയിലേക്ക് തലത്തിലേക്ക് ഇന്ത്യയിലെ ഭരണാധികാരികൾ ഉയരുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്, ഉയരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതിന് പകരം എവിടെയോ കോട്ടയത്തൊരു സീറ്റ് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ഇതിനെ ലളിതവൽക്കരിച്ചിട്ട് വലിയൊരു അപകടം ക്ഷണിച്ചു വരുത്താൻ വേണ്ടി ശ്രമിക്കരുത് എന്നുള്ള ഒരു വിനീതമായിട്ടുള്ള അപേക്ഷയാണ് എനിക്ക് ജയേന്ദ്രൻ മാസ്റ്ററോട് പറയാനുള്ളത്. പിന്നെ മറ്റൊരു കാര്യം ജയേന്ദ്രൻ മാസ്റ്റർ ഞാൻ നേരത്തെ തന്നെ സൂചിപ്പിച്ചു. ശ്രീ ടി പി ഇന്ദ്രൻ മാസ്റ്റർ, ഇപ്പോൾ ഇത് നടപ്പിലായാൽ പോലും ഈ ആശങ്ക പരിഹരിക്കാനുള്ള മറ്റൊരു ഉപാധി എന്ന് പറയുന്നത് അധികാര വികേന്ദ്രീകരണമാണ്. പലയിടങ്ങളിൽ നേരെ തിരിച്ചാണ് നടക്കുന്നത് എന്ന് പല സംസ്ഥാനങ്ങൾക്കും ആക്ഷേപമുണ്ട്. എന്നിരുന്നാൽ പോലും നിർണായകമായ തീരുമാനങ്ങൾ സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ തീരുമാനിക്കാനുള്ള അധികാരം കിട്ടുകയാണ് എങ്കിൽ ഈ ഒരു ഫൈറ്റ് കുറച്ചുകൂടി ലഘൂകരിക്കപ്പെടും. ഇത് കേന്ദ്രം ഒരു സുപ്രധാന ശക്തിയായി തുടരുകയും സംസ്ഥാനങ്ങൾക്ക് ആവശ്യത്തിന് പ്രാതിനിധ്യമില്ലാതെ വരികയും ചെയ്യുമ്പോഴാണല്ലോ ഈ പ്രശ്നമുണ്ടാകുന്നത്. അങ്ങനെ ഒരു അധികാര വികേന്ദ്രീകരണം കൂടി ചർച്ചയാവുകയാണെങ്കിൽ കുറച്ച് ലഘൂകരിക്കപ്പെടുമെന്ന് തോന്നുന്നു. മാധു, ഭാരതത്തിൻ്റെ ഫെഡറലിസം, പ്രത്യേകിച്ച് ഇന്ത്യയിലെ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെയും സംസ്ഥാന ഗവൺമെൻറ്റുകളുടെയും അധികാരങ്ങളുടെ പങ്കിടലുമൊക്കെയായി ബന്ധപ്പെട്ട് വലിയ വലിയ ബുദ്ധിമാന്മാരായ ആളുകൾ ഇടപെട്ടുകൊണ്ട് വലിയ ചർച്ചകളും നിയമ പോരാട്ടങ്ങളും ഈ രാജ്യത്ത് നടന്നിട്ടുണ്ട്. ആ നടന്നതിൻ്റെ കൂടി അടിസ്ഥാനത്തിലാണ് ഭാരതം സ്ട്രോങ്ങസ്റ്റ് സെൻറ്റർ വിത്ത് പവർഫുൾ സ്റ്റേറ്റ്സ് എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോയത്. പക്ഷേ ഇവിടെ നിങ്ങൾ ഈ പറയുന്ന മാതിരിയിൽ പലപ്പോഴും ചർച്ചകളിലേക്ക് നമ്മൾ കടന്നു വരുന്നത് എങ്ങനെയാണ്? നോക്കൂ, ഇന്ത്യൻ ജനാധിപത്യത്തെക്കുറിച്ച് പറയുന്നു. നമ്മളിവിടെ ഒരുപാട് സമയം പറഞ്ഞു. ഞാനവിടെ പറഞ്ഞപ്പോഴും മാധുവിനോട് ഞാനൊരു കാര്യം പറഞ്ഞു, രാഷ്ട്രീയ പ്രാതിനിധ്യം പകുതിയാകുമെന്ന് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞു. മാധു പറഞ്ഞിട്ടില്ല, ശരിയാണ്. പക്ഷേ ഇതേ വിഷയത്തെക്കുറിച്ച് മാതൃഭൂമി ഇന്ന് സംപ്രേഷണം ചെയ്തതിൽ കൃത്യമായിട്ട് പറയുന്നു. ഇപ്പം ജോൺ ബ്രിട്ടാസും ഇത് ആവർത്തിച്ചു. മാധു നോക്കൂ, എത്ര സങ്കുചിതമാണ് നമ്മുടെ മനസ്സ്. ഞാൻ മനസ്സിലാക്കുന്നത് ജോൺ ബ്രിട്ടാസ് പ്രതിദാനം ചെയ്യുന്നത് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യ മാർക്സിസ്റ്റാണ്. ഭാരതത്തിന് അകത്ത് മാത്രമല്ല ലോകരാജ്യങ്ങളിൽ മുഴുവൻ പ്രവർത്തിക്കുന്ന സാർവദേശീയ ആശയങ്ങളെ വെച്ചു പുലർത്തുന്ന ഒരു പാർട്ടിക്ക് ഇത്തരമൊരു ചർച്ചയിൽ എത്ര ഹ്രസ്വമായിട്ടാണ് സൗത്ത് എന്നും നോർത്ത് എന്നും നിർണായകമായ ഒരു ചർച്ചയെ കേവല രാഷ്ട്രീയത്തിന്റെ പരിധിയിൽ നിർത്തുന്നത് തന്നെ ജനങ്ങളോടുള്ള തെറ്റാണ് എന്നാണ് എനിക്ക് പറയാൻ തോന്നുന്നത്. ബുദ്ധിമാന്മാർ ചർച്ച ചെയ്ത് തന്നെയാണ് ഈ കാര്യങ്ങൾ എല്ലാം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മുടെ ഭരണഘടന, നമ്മൾ വിശുദ്ധ പുസ്തകമായി കാണുന്ന ഭരണഘടന ഭേദഗതികൾക്ക് വിധേയമായിട്ടുള്ള ഒന്നാണ്. അത് ആത്യന്തികമാണ്, ഏറ്റവും പരമോന്നതമാണ് എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ തന്നെ കാലാനുസൃതമായത് പുതുക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് കൂടി നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാണ് എന്ന് ഞാൻ വിചാരിക്കുന്നു. അതിൽ ചർച്ച ചെയ്യാൻ, അതിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യവും ഇവിടുത്തെ ഓരോ പൗരനും, ഏറ്റവും സാധാരണക്കാരനും സ്വായത്തമാക്കിയിട്ടുള്ളതും ഇതേ ഭരണഘടനയുടെ ശക്തിയാണ്. അതുകൊണ്ട് അതങ്ങനെ ഇരിക്കുന്നു, നിങ്ങളാരും അതിനെപ്പറ്റി കമന്റ് ചെയ്യേണ്ട എന്ന് പറയുന്നത് കുറച്ച് കടുത്ത തിട്ടൂരമാണ്. അല്ല, ഒരിക്കലും അങ്ങനെയല്ല മാധു, പറയേണ്ട എന്നല്ല. പക്ഷെ ഞാൻ പറയുന്നത് മറ്റുള്ളവർ അംഗീകരിക്കുമ്പോഴേ അത് ജനാധിപത്യമാകൂ എന്നും ഈ രാജ്യത്ത് 104 കോടി ജനങ്ങൾ ഉള്ളതിൽ ഒരു വിഭാഗത്തിന് മാത്രം സ്വീകാര്യമായത് മറ്റുള്ളവരെ വിശ്വസിച്ചും അടിപ്പെട്ട് അനുസരിച്ചേ പറ്റൂ എന്നതിനെയാണ് ഞാൻ എതിർക്കുന്നത്. ചർച്ച നടക്കട്ടെ. ഇന്ത്യ രാജ്യം ഉണ്ടായത് മുതൽ ഭരണഘടനയും അതിന്റെ പരിഷ്കരണം അതേ അഭിപ്രായം മുന്നോട്ട് വെച്ചുകൊണ്ടാണ്. അതായത് നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും അംഗീകരിക്കുകയല്ല, ഞങ്ങളുടെ ആശങ്കകൾ കൂടി അതിൽ എടുത്തു പറയേണ്ടതുണ്ട് എന്ന് അങ്ങിപ്പോൾ പറഞ്ഞ് അവസാനിപ്പിച്ച അതേ ആശയം മുന്നോട്ട് വെച്ചാണ് ഇന്ന് നിർണായകമായ യോഗം ഇതിൽ ഉണ്ടാവുകയും ചെയ്തത്. എന്തായാലും രാജ്യം പോരും ദിവസങ്ങളിൽ കൃത്യമായി ഏറ്റവും ഗഹനമായി ഏറ്റവും നിർണായകമായ വിഷയമായി ചർച്ച ചെയ്യാൻ പോകുന്ന ഒന്നാണ് ഡീലിമിറ്റേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. വളരെയധികം നന്ദി പാനലിസ്റ്റുകൾക്കും പ്രേക്ഷകർക്കും.